കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി രണ്ട് ടേമാണ് ഈ ആക്ട് ഒരുപാട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതിന് ഗുഡ് കോർപ്പറേറ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവത്തില്ല ചെറിയ കമ്പനികളായിട്ട്. അത് 5 കോടിയിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ മാത്രമേ മാൻഡേറ്ററി ആയിട്ട് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണം. ഗുഡ് കോർപ്പറേറ്റ് ഗവൺമെന്റ് അത് ആ കേസ് സ്റ്റഡി എടുത്തിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ബേസിലുള്ള പാർട്ടിസിപ്പന്റ് ഇത് ഒന്ന് പറയാം. ഞങ്ങളുടെ എക്സ്പീരിയൻസിന് ബേസിൽ കുറച്ച് കേസ് സ്റ്റഡി ഉണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കംപ്ലൈൻസ് മറ്റു കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. അത് കമ്പനീസ് ആക്ട് പോലെ കമ്പനീസ് ആക്ടിയാണ് ഗവൺ ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് 2 തരമുണ്ട്. അത് രജിസ്റ്റർ ഫേംസ് ഉണ്ട്, അവർ ചെയ്യുന്ന ഫേംസ് ഉണ്ട്, പാർട്ണർഷിപ്പ് ഫേംസ്. ഇതല്ല, ഇത് കമ്പനീസ് ആക്ടിൽ തന്നെ വന്നിട്ടുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. അത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആണ് നിൽക്കുന്നത്. അത് 2 പേരും അത് പ്രൊഫഷൻസിനൊക്കെ പറ്റിയ സ്ഥാപനമാണ്. LLP ആണോ? അത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലേ? എല്ലാം ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ വാല്യൂ ലിമിറ്റ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർ വാല്യൂ ആണ്. ദാറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ്. നമ്മളിപ്പം ക്ലിപ്തം എന്നാണ് മലയാളത്തിൽ ക്ലിപ്തം ഉള്ള വാക്ക് ഉപയോഗിക്കും. അത് സൊസൈറ്റികളാണെങ്കിൽ ക്ലിപ്തം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഷെയർ 10 രൂപ 10 രൂപയുടെ ആ 10 രൂപയുടെ ഷെയർ എടുക്കുന്നതാണ് 10 രൂപ ഉള്ളൂ ലയബിലിറ്റി. അതിന്റെ മുകളിലുള്ള ലയബിലിറ്റി വരത്തില്ല. ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർ വാല്യൂ. ദാറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ്. LLP യുടെ മാക്സിമം പാർട്ട്നേഴ്സ് എത്രയാണ്? അത് ലിമിറ്റ് ചെയ്തിട്ടില്ല. അതിനകത്ത് എത്രയാവും? പ്രൈവറ്റിലാണെങ്കിലും പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ 200. അത് ലിമിറ്റ് ചെയ്തത് 200. നേരത്തെ 50 ആയിരുന്നു പ്രൈവറ്റ് കമ്പനിക്ക്. ഇപ്പോൾ 200 ആണ് മാക്സിമം. ഈ കമ്പനി 2013 ആക്ട് പ്രകാരം മാക്സിമം 200 ഷെയർ ഹോൾഡേഴ്സ് ആണ്. മറ്റേതിൽ ലിമിറ്റ് ചെയ്തിട്ട് അത് ലിമിറ്റ്. അപ്പോൾ 200 വന്നാലും 200 അങ്ങനെ ഒരുപാട് പേര് വരത്തില്ലല്ലോ. അത് ആവാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ പർപ്പസ് ചിലപ്പോൾ അതിൽ കൂടുതലാവാം. അതുകൊണ്ടായിരിക്കും ഷെയർ വാല്യൂ ഡിക്ലെയർ ചെയ്യണം. ഉണ്ട് ഷെയർ വാല്യൂ. ഞാനത് മറ്റേ കേസിൽ അല്ലെങ്കിൽ ഡിസ്കസ് ഓക്കെ പുതിയ തേമാനം ഓക്കെ എല്ലാം അതിൽ വരും. ആ ഒരു ഒരു കേസ് സ്റ്റഡിയാണ്. ഈ തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിയാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് വെൽക്കം സാർ നേരിട്ട് തുടങ്ങാം. അപ്പൊ ഇവിടെ ഒരു കമ്പനി ട്രിവാൻഡ്രത്തുള്ള കമ്പനി തന്നെയാണ്. ഒരു എയർ റിസോർട്ടിന് വേണ്ടി ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. 2006-7 വർഷം അവര് ഡയറക്ടേഴ്സ് ഒരു ഡയറക്ടർ പേര് കൂടി ഷെയർ ഹോൾഡേഴ്സ് കൂടി അവർ തന്നെ ഡയറക്ടേഴ്സ് ആയിരുന്നു. കമ്പനി ഫോം ചെയ്താണ്. 2006-7 മാത്രം ഈ കമ്പനി ഈ കമ്പനീസ് ആക്ട് നിയമപ്രകാരമുള്ള ഫയലിംഗ് നടത്തി. പിന്നെ ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ അതൊരു കേസ് സ്റ്റഡി എടുത്തത്. ഇതിനുശേഷം ഒന്നും ചെയ്തില്ല. എന്താണ് വാട്ട് ആർ കോഡ് സീക്വൻസസ്? അപ്പൊ നമുക്ക് അങ്ങനെ സംഭവം നമ്മുടെ കമ്പനി ഫോം ചെയ്ത് അവർ തിരിഞ്ഞു നോക്കരുത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രസന്റേഷൻ. അത് കഴിയുമ്പോൾ നിങ്ങൾ ഏകദേശം കാരണം മനസ്സിലാവും. ഇതില് അത് ആ പ്രസന്റേഷൻ മറ്റേ ROC ചെയ്യുന്നുള്ളത് അത് ROC ഇരിക്കുന്ന ROCയുടെ ഇത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ അവരുടെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പേര് നമ്മൾ അങ്ങനെ പരസ്യപ്പെടുത്തുന്നത് ഇത് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് മെയിനായിട്ട് വന്നിരിക്കുന്നത് 5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ പേടൊക്കെയാണെങ്കിൽ ഈ കമ്പനി ഡോർമെന്റ് ഞാൻ പറഞ്ഞത് 2006 വരെ കമ്പനി ഫയൽ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഫയലിംഗ് കമ്പനി സ്റ്റാറ്റസ് ഓഫ് ഫയലിംഗ് 2006 വരെ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഡോർമെന്റ് ആക്കി. ഈ വാക്കിന് വേണ്ടിയാണ് ഞാൻ ഇതിട്ട് ഡോർമെന്റ്. സാധാരണ അവിടെ കാണുന്നത് ആക്റ്റീവ് എന്നാണ്. ആക്റ്റീവ് ഡോർമെന്റ് ആക്കി കഴിഞ്ഞാൽ ഉള്ള കോൺസിക്വൻസസ് ആണ്. അത് ഡിഫോൾട്ട് ആവുന്ന കമ്പനികളെല്ലാം അവർ ഡോർമെന്റ് ആക്കി വിടും. പിന്നെ ആ കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന 3 വർഷം വരെ നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡോർമെന്റ് ആവും. ഡോർമെന്റ് ആയുള്ള കോൺസിക്വൻസസ് പിന്നെ ആ കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവർക്കിപ്പം ഉള്ള പ്രശ്നം ഈ കമ്പനിക്കുള്ള പ്രശ്നം 10 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഇപ്പൊ എത്ര കോടി രൂപയുടെ വസ്തു വരുമെന്ന് അറിയാമോ? അത് 2006 ROC ചേഞ്ച് ദി സ്റ്റാറ്റസ് ഓഫ് കമ്പനി ഫ്രം ആക്റ്റീവ് ടു ഡോർമെന്റ്.
ആ ഡോർമൻസി ആയി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇതാണ് കോൺസിക്വൻസസ്. ഈ കമ്പനിക്ക് ഓപ്പറേഷൻ റിസോർട്ട് പണിയാനോ അല്ലെങ്കിൽ ഇത് നടത്താനോ പറ്റത്തില്ല. അപ്പൊ ആ 10 ഏക്കർ സ്ഥലം അത് വരുന്നത് കമ്പനി കനാറ്റ് ഡിസ്പോസ് ഓഫ് ദി ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ആർക്കും ഇടപെടാം. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ആക്ട് 1872 കോൺട്രാക്ട് ആക്ടാണ് ഈ കച്ചവടം എല്ലാത്തിനും ആപ്ലിക്കപ്പെടുന്നത്. നമ്മുടെ സ്ഥലം വിൽക്കണമെങ്കിൽ വിൽക്കുന്ന ആളുടെ വാങ്ങുന്ന ആളുടെ സൗണ്ട്നെസ് ഓഫ് മൈൻഡ് വളരെ ഒരു കോൺട്രാക്ടിന്റെ ബേസിക് ഘടകങ്ങളാണ്. വാങ്ങുന്ന ആളുടെ വിൽക്കുന്ന ആളുടെ വാങ്ങാനും വിൽക്കാനുള്ള ഇതുണ്ടാവണം. ഈ സൗണ്ട്നെസ് ഓഫ് മൈൻഡാണ്. ഒരു ലുനാറ്റിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇങ്ങനെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു കരാറിൽ ഒപ്പിടാൻ പറ്റത്തില്ല. അതേപോലെ അൺസൗണ്ട് ആയിട്ട് ലീഗൽ വാലിഡിറ്റി ഇല്ല, ലീഗൽ എൻറ്റിറ്റിയാണ്. 2 ലീഗൽ എൻറ്റിറ്റി മാത്രമേ എഗ്രിമെന്റിൽ ഒപ്പിടാൻ പറ്റൂ, അല്ലെങ്കിൽ കോൺട്രാക്ട് ഏർപ്പെടാൻ പറ്റും. അത് കാരണം ഈ കമ്പനിയുടെ സ്ഥലം ആരും വാങ്ങിക്കാൻ പറ്റില്ല. വാങ്ങിച്ചാൽ ഈ കമ്പനിക്ക് കോമ്പീറ്റന്റ് അല്ല വിൽക്കാൻ, അല്ലേ? വാങ്ങിയ ആളിന് ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റൂല. പ്രയർ ടൈറ്റിൽ എല്ലാം ഭയങ്കര വാല്യൂ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ വരാൻ കോമ്പീറ്റന്റ് അല്ലെങ്കിൽ ലീഗൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വാങ്ങുന്ന ആളുകൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ കമ്പനിക്ക് വിൽക്കാൻ പറ്റത്തില്ല, സ്ഥലം വിൽക്കാനോ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡയറക്ടേഴ്സ് എല്ലാം വിൽ ബിക്കം ഡിഫോൾട്ട് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിന് വേറെ ഒരു ഡയറക്ടർ ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ആവാൻ പറ്റില്ല. 3 വർഷത്തിൽ കൂടുതൽ ഡിഫോൾട്ട് ഡയറക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി ഡയറക്ഷൻ പോകും. പിന്നെയാണ് വേറൊരു കമ്പനി ഡയറക്റ്റ് ആവാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റ് മാത്രമല്ല ഫൈനാൻഷ്യൽ ലോസ് ഒരുപാട് വരും. അടുത്തത് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അവർ ക്ലോസ് ചെയ്യണമെന്ന് അവർക്കൊന്നും ഓപ്ഷൻ ഇല്ല. ഞാൻ പറയാം എങ്ങനെ ക്ലോസ് ചെയ്യും. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കമ്പനി ഫോം ചെയ്യാൻ ഇറ്റ് ഇസ് ടു ഈസി. നിങ്ങൾ നമ്മുടെ തോന്നുന്നത് വേണം ഒരു ദിവസം നേരത്തെ കൊണ്ടേ രജിസ്ട്രേഷൻ കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ 1 മാസം മാക്സിമം എടുക്കും. വളരെ സിമ്പിൾ ഫോർമാലിറ്റീസ് ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ അത് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, വർഷങ്ങളെടുക്കും. ഒഫീഷ്യലി കൂടെ പോസ്റ്റ് ചെയ്യണം, ഒരുപാട് ഫോം പ്രൊസീജിയർ. കാരണം ഇതിന് സ്ഥലം കണക്കുകൾ. ഈ സ്ഥലം ഒഫീഷ്യലി കൂടെ അപ്പൊ മാനേജ്മെന്റ് മാറും. മാനേജ്മെന്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വൈൻഡിംഗ് അപ്പ് പ്രൊസീജിയർ തുടങ്ങി കഴിഞ്ഞാൽ നേരത്തെ ഹൈക്കോടതി ഡയറക്റ്റ് കൺട്രോൾ ആയിരുന്നു. ഇപ്പൊ അത് നാഷണൽ കമ്പനി ട്രിബ്യൂണലിന്റെ കീഴിൽ വരും. അവര് ആളുടെ ഒഫീഷ്യൽ ലിക്വിഡിറ്റി പോസ്റ്റ് ചെയ്യും. ഒഫീഷ്യൽ ലിക്വിഡിറ്റി പിന്നെ ഡിസ്കസ് ചെയ്യുന്നതും പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ അസറ്റ് ലയബിലിറ്റിയൊക്കെ സെറ്റിൽ ചെയ്യുന്ന ജോലി അവർക്കുള്ളതാണ്. മാനേജ്മെന്റിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് ഒരുപാട് പ്രൊസീജിയറാണ്, അത് എളുപ്പമല്ല. അപ്പൊ പത്രത്തിൽ കൊടുക്കുക എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ലോസ്. ഒരു വർഷം അതിനകത്ത് ഫീസിന് കൊടുക്കുന്നത് 1 വർഷം ഈ 1 ലക്ഷം രൂപയുടെ കമ്പനിക്ക് 300 രൂപ ഫീസ് അടച്ചാൽ 2 ഫാമാണ് മെയിൻ ആയിട്ട്. 2 ഫാമാണ് ഒരു വർഷം ആനുവൽ ഫയലിങ്ങിന് വരുന്നത്. ഒന്ന് ഇപ്പോഴത്തെ നേരത്തെ ആണെങ്കിൽ അത് ഈ അക്കൗണ്ട്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 23AC 23AC എന്ന 2 ഫോമാണ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് AOC ഫോം എന്ന് പറഞ്ഞ ഒറ്റ ഫാമായി 2013 ആക്ട് പ്രകാരം ആ ഒരു ഫാമിന് 300 രൂപ അടച്ചാൽ മതി ആവശ്യം. മറ്റൊരു ഫാം ആനുവൽ ജനറൽ മീറ്റിംഗിലും കേട്ടുണ്ടാവും. മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് കൂടിയിട്ട് 60 ദിവസത്തിനകം ഇപ്പൊ അത് MGT 7 എന്ന് പറയും. നേരത്തെ ആണെങ്കിൽ 20B എന്ന് പറയും. ഈ ഫാമിൽ 300 രൂപ 600 രൂപ അടച്ചാൽ ആ വർഷത്തെ 2 ആനുവൽ ഫയലിങ്ങും എല്ലാം കഴിഞ്ഞു, വേറൊന്നുമില്ല. ഈ 2 ഫാമാണ് ഈ ഒരു ചെറിയ കമ്പനികൾക്ക്. നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അത് പറയാൻ നേരത്തെ പറഞ്ഞില്ല, സ്മാൾ കമ്പനിയുടെ ഇതിൽ വരുന്നതാണ്. AOC ഫോം പറയുന്ന അക്കൗണ്ട്സ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ സമയം കൊണ്ടൊന്നും പറഞ്ഞുതരാം, എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഈ 2 ഫാം 600 രൂപ ഫയൽ ചെയ്താൽ 1 വർഷത്തെ തീരും. അങ്ങനെയാണെങ്കിൽ 9 വർഷത്തെ ഡിഫോൾട്ടായി 2006 തൊട്ട് ഇപ്പോഴും വരാം. അതിന് ഏതാണ്ട് 5400 അടച്ചാൽ ആ 9 വർഷം കൊണ്ട് 5400 അടച്ചാൽ അതിന്റെ എല്ലാം പെർഫെക്റ്റ് ആയി കച്ചവടം ഇത് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ലയബിലിറ്റി 1,22,000 രൂപയായി. ആ 9 വർഷത്തെ 5,400 അടയ്ക്കുന്നതിന് പകരം 1,22,000 രൂപ അടയ്ക്കണം. ദാറ്റ്സ് എ ഫൈനാൻഷ്യൽ ലോസ് ഓഫ് 1,70,000 rupees. ഇത് കൂടാതെ തന്നെ പ്രോസിക്യൂഷൻ ഉണ്ട്. ഞാൻ പ്രോസിക്യൂഷൻ പിന്നീട് പറയാം. പ്രോസിക്യൂഷൻ ഇതൊക്കെ വരും, ഇംപ്രസൺമെന്റ് വരെയുള്ള പ്രോസിക്യൂഷൻ ഉണ്ട് ഈ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ. അപ്പൊ അതുകൊള്ള ഇനിഷ്യേറ്റീവ് ഞാൻ എന്നെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കമ്പനി അക്കൗണ്ട്സ് ഡിഫാൾട്ട് വന്നപ്പോഴത്തേക്ക് ജാമ്യമില്ല പുറപ്പെടുവിച്ചിട്ട് നമ്മളൊക്കെ പോയി നിൽക്കേണ്ടി വന്നു. അന്ന് എക്കണോമിക് ഓഫൻസിന് ഒരു കോടതി ഉള്ള എറണാകുളത്ത്, അവിടെയും ട്രൈ ചെയ്തു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഇപ്പൊ അത് സ്പെഷ്യൽ കോർട്ടുകളായി. അപ്പൊ അവര് ട്രൈ ചെയ്തിട്ട് നമ്മൾ പണിഷ് ചെയ്യും. പണിഷ് ചെയ്യാൻ പറയാൻ പണിഷ് ചെയ്യുന്ന ഞാൻ പിന്നെ ഫൈൻ അടച്ച് കുറ്റം ചെയ്ത് ചോദിച്ച് ഫൈൻ അടച്ച് 1000 രൂപ വെച്ചിട്ട് വളരെ അവര് ലീനിയന്റ് എടുത്തിട്ട് അങ്ങനെ അടച്ചിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഒരുപാട് ഇതിനകത്ത് വരാം. ഇതാണ് ഈ ഒരു കമ്പനി. അടുത്ത കമ്പനി ഞാൻ പെട്ടെന്ന് പറയുന്നത് അപ്പൊ ROC മാത്രം ഇൻകം ടാക്സിന്റെ ഫയൽ ചെയ്യണം. അത് കമ്പനി ഒരു കമ്പനി നിങ്ങൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും ആ കമ്പനിക്ക് അവരുടെ എല്ലാ നിയമങ്ങളും പാലിക്കാൻ ബാധ്യതയാണ്. ഞാൻ ഈ പറയുന്ന കമ്പനീസ് ആക്ട് മാത്രമേ പറയുള്ളൂ, മറ്റേ ആക്ടുകളൊന്നും പറയുന്നില്ല. ഈ നിങ്ങൾ 1 കോടിയിൽ കൂടുതൽ നിങ്ങൾക്ക് ടേൺ ഓവർ ആണെങ്കിൽ ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. അതൊരു ചാർട്ടേഡ് അക്കൗണ്ട്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ.
സെക്ഷൻ 44 AB അനുസരിച്ചിട്ട് ഇൻകം ടാക്സിന്റെ ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്ത് ഫയൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1.5 ലക്ഷം രൂപയും ഓർ 1.5% ടേൺ ഓവർ വിച്ച് എവർ ഈസ് ലെസ്. ഈ കേസില് ഇവര് ട്രാൻസാക്ഷൻ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടച്ചാൽ മതിയല്ലോ. ഇൻകം ഇല്ലല്ലോ, സ്ഥലം വാങ്ങിക്കുക. അവിടെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വിൽക്കുമ്പോൾ മാത്രമല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 54 എന്നുള്ള സെക്ഷൻ അനുസരിച്ചിട്ട് 57 സെക്ഷൻ അനുസരിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് അടയ്ക്കേണ്ടി വരും. അത് ഞാൻ പറയുന്നില്ല, ഞാൻ എല്ലാവർക്കും പറയാൻ. അപ്പൊ ഇവിടെ വേറൊരു കമ്പനി, ഇപ്പൊ മറ്റേ കമ്പനിന്റെ അതിന്റെ ബാക്കി പിന്നീട് പറയാം, ഇത് സെക്ഷൻ ഇത് വരുമ്പോൾ പറയാം, അതാണ് സൈഡിലുള്ള ഇത് വരുന്നത്. ഇനി അടുത്തത് ഒരു സോഫ്റ്റ്വെയർ, ഇവിടെ ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് 6 പേര് ഒരു കമ്പനി തുടങ്ങി, 6 ഷെയർ ഹോൾഡേഴ്സ്, അവർ 6 പേര് ഡയറക്ടേഴ്സ് ആണ്. അത് ചെറിയ ഡിസ്പ്യൂട്ട് 2 ഭാഗമായിട്ട് തിരിഞ്ഞു, അത് സ്വാഭാവികമാണ്. 2 ഭാഗമായിട്ട് തിരിഞ്ഞിട്ട് 4 പേര് ഒരു ഭാഗത്ത്, 2 പേര് ഒരു ഭാഗത്ത്. ഈ 2 പേരുടെ ഭാഗത്താണ് ഒരു MD ഉള്ളത്. അവർ ആർട്ടിക്കിൾസ് ഇതൊക്കെ പറഞ്ഞ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് ഇവരെങ്ങനെ പരിഗണമെന്ന് പറയുന്നത് ഒരു ഭാഗമുണ്ട് നമ്മുടെ കമ്പനി സെക്രട്ടറി പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറയുന്നത് അതിന് പറഞ്ഞിട്ട് MD മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റാൻ പറ്റുമോ? 2 പിന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. അതിന് കമ്പനി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അൾട്രാ വൈസ് എന്ന് പറയും, ദിസ് വോയിഡ്, നിയമ പ്രാബല്യം ഉണ്ടാവില്ല. ഈ 2 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഈ കമ്പനി നോക്കിയോളൂ, കമ്പനിയിൽ 6 പേര് ഉള്ളത് 2 പേരുമായിട്ട് തിരിഞ്ഞു. ഈ കമ്പനിയുടെ ഒരു ബിഗ് സൈസ് കമ്പനി അടിച്ചു 1 ലക്ഷം രൂപയ്ക്ക് മുടങ്ങി 6 പേരോട് ചേർന്നപ്പോൾ ഒരാൾ കോൺട്രിബ്യൂട്ട് 16,000 രൂപയാണ്. ഒരു മാസം അവർ ഓരോരുത്തർക്ക് 2 ലക്ഷം രൂപയ്ക്കല്ല ശമ്പളം വാങ്ങിക്കുന്നത്. 2 കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് ഒരു വർഷം, 125 എംപ്ലോയീസ് ഉണ്ട്. ഇവിടെ ഉള്ള സ്ഥാപനമുള്ളത്. അപ്പൊ ഞങ്ങളുടെ തോന്നുന്നു പറഞ്ഞാൽ ഈ കൂടുതലാണ്, ഞങ്ങളുടെ ഷെയർ വാല്യൂ കൂടുതലാണ്. വി വാണ്ട് ടു ഔട്ട് ദി മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ മാറ്റണം, ഇമ്മീഡിയറ്റ് മാറ്റണം. അത് വന്ന് നമ്മൾ വളരെ അഗ്രസീവായിട്ട് കൊടുക്കണം. കാരണം ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്പീക്കിന്റെ തമ്മിൽ ഡിസ്പ്യൂട്ട് അത്ര കൂടുതൽ വരുന്നതല്ലേ, ഭയങ്കര ഇമോഷണലാണ്. റാഷണൽ ആകുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അവർ ഇതാവത്തില്ല. തിങ്കളാഴ്ച ശനിയാഴ്ച അങ്ങോട്ട് വന്നത് തിങ്കളാഴ്ച മുമ്പേ MD മാറ്റണം. ഒരു ഞായറാഴ്ച ഉള്ളൂ. മെജോറിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നു. അത് പറയാം, എങ്ങനെയാണ് മാറ്റുന്നത്, MD മാറ്റുന്നതൊക്കെ പറയാം. ഒരുപാട് നമ്മൾ മാറ്റാതിരിക്കുന്നത് എല്ലാം നിയമത്തിന് അനുസരിച്ചമാകുന്നത് അല്ലേ. നിയമം എല്ലാം നമുക്ക് നാളെ പോലെ വേണമെന്നൊക്കെ. അപ്പൊ അങ്ങനെ അവിടെ ഉണ്ടായി, ഉണ്ടായി. വന്നിട്ട് പോലീസ് കേസ്, ഇന്ത്യയോട് പോലീസ് കേസ് കൊടുത്തു, മറ്റൊരു വരുമ്പോൾ തടയാൻ വേണ്ടി ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. പോലീസ് കേസ് ഒക്കെ ആയി. പോലീസ് കേസ് ആകുമ്പോൾ പിന്നെ IPCയിലേക്ക് പോയി, CRPCയിലേക്ക് പോയി പ്രൊഫഷൻസ്. ഇത് ഈ MD മാറ്റാൻ പറ്റുമോ, MD അങ്ങനെ മാറ്റാൻ പറ്റുമോ, എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഈ വിഷയങ്ങൾ ഞാനത് പറയാം. അപ്പൊ അത് അതിന്റെ ഓരോ സ്ലൈഡ് വരുമ്പോൾ ഇതിലും പറയാം. പിന്നെ അടുത്ത ഒരു സ്ലൈഡ് മറ്റേ ഓഡിറ്റേഴ്സിന്റെ ഇത് തന്നെ അല്ലേ. അല്ല അത് പറഞ്ഞതാണ് ഓഡിറ്റേഴ്സിന്റെ മറ്റേ പർച്ചേസ് അവസാനം മുപ്പതിനടുത്തേക്ക് വരുന്നത്. അതല്ലേ അതിന്റെ മുമ്പുള്ളൂ തെറ്റല്ലെങ്കിൽ ഇതേ ഇതല്ല അതിന് മുമ്പ് ഇതല്ല അതിന് മുമ്പുള്ളൂ ഇതിന് മുമ്പാണ് ഇതല്ല ഇതൊരു കേസ് സ്റ്റഡി. ഇതുപോലെ ഞങ്ങൾക്കുള്ളത് കേസ് സ്റ്റഡിയാണ്. ഇത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടേ ഇപ്പൊ കമ്പനി പറഞ്ഞാൽ നേരെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇത് അത് കൺസിഡർ ചെയ്യാതെ മാനേജിംഗ് ഡയറക്ടറും വൈഫ് കൂടി ചേർന്ന ഒരു കമ്പനി, 2 പേരും കൂടി ചേർന്ന് അപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിന് കമ്പനി നടത്താം. അപ്പൊ ഈ പോത്തീസിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫ്രീ മാർക്കറ്റോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പോയി പർച്ചേസിംഗ് നടത്തിയിട്ട് ഈ ബില്ലുകളെല്ലാം കമ്പനി പേ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ഓഡിറ്റേഴ്സിന്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിന്, ചാർട്ടേഡ് അക്കൗണ്ട്സിന് അവർക്കത് അലവ് ചെയ്തുകൊണ്ട് ഒരു അലവഡ് എക്സ്പെൻസ് ആക്കാൻ ബുദ്ധിമുട്ടായി വന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു, വളരെ ഫ്രാങ്ക്ലി പറഞ്ഞു. അപ്പോൾ അവർ എല്ലാം ഞങ്ങളുടെ കമ്പനി, എൻ്റെ കമ്പനി, സ്വന്തം കമ്പനി എക്സ്പെർട്ട് ചെയ്യുന്നത് മാനേജിംഗ് ഡയറക്ടർ. അപ്പം വളരെ അഗ്രസീവ് നിങ്ങളത് മാറ്റിവിടും, നിങ്ങൾ വേറെ ആളാണ് പോസ്റ്റ് ചെയ്യുന്നത്, കാരണം അവരുടെ ഡിമാൻഡ് ഈ ചാർട്ടേഡ് പ്രശ്നം മാറ്റി, ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് മാറ്റി നിങ്ങൾ നാളെ വരില്ല, ഇനി ഞാൻ വേറെ ആളെ പോസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ആ നിലപാട് കമ്പനീസ് ആക്ടിൽ എത്രത്തോളം പെർമിസിബിളാണ്. സ്വന്തം കമ്പനിയാണ്, സ്വന്തം കമ്പനിയാണ് അങ്ങനെ മാറ്റാൻ പറ്റും. അത് ബാക്കി ഈ പറയാം, അതും കൂടെ പറയുമ്പോൾ ഇനി നമുക്ക് ആദ്യം തൊട്ടെന്ന് പറയുന്നത് ഇതിലെല്ലാത്തും ആൻസർ വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു കേസ് കൂടെ ഉണ്ട് കൂടെ മറ്റേ
അവർ 4 കേസ് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ ഇതും ഇഷ്യൂസും വന്നിട്ടുണ്ടാവും. ഇതില്ല പേര് ഗാഡ്കോ ഇത് അതിന്റെ അതിന്റെ ഇത് ഇതിന്റെ പറയാം. ഇത് ഡെൽറ്റ എന്ന് പറയുന്നത് ഇത് ശരിക്കും ആക്ച്വൽ നടന്ന സംഭവമാണ്. ഞങ്ങൾ ആക്ച്വൽ കൈകാര്യം ചെയ്യുന്ന കേസാണ് ഇത്. വോൾവോ കാർ, ഒരു ലക്ഷറി കാർ വാങ്ങി, മാനേജിംഗ് ഡയറക്ടറുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ലക്ഷറി കാർ വാങ്ങി. അത് ICICI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. 62 ലക്ഷം രൂപയാണ് ആ വണ്ടിയുടെ വില. അതിൽ 40 ലക്ഷം രൂപ ICICI ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഇതിനൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് ചാർജ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് രജിസ്റ്റർ ഓഫ് കമ്പനീസ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന 77 എന്ന് പറയുന്ന വകുപ്പ് ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ICICI അതിന്റെ ആവശ്യമില്ലെന്നോ ICICI ബാങ്ക് പറഞ്ഞു. ഈ കമ്പനി സബ്സിക്വന്റ് ആയിട്ട് ലിക്വിഡേഷനിലായി. ലിക്വിഡേഷൻ പറഞ്ഞാൽ കമ്പനി പൂട്ടിയുന്ന സമയത്ത് അവിടെയുള്ള അസറ്റും ലയബിലിറ്റിയും എല്ലാം ഒഫീഷ്യൽ ലിക്വിഡേറ്ററിന് വെസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ക്ലെയിം അവരെ ചെയ്തില്ല. കാരണം ഇതിനകത്ത് വേറെ പ്രൊവിഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആക്ടിനകത്ത്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ പ്രൊവിഷനില് it has overriding effect, notwithstanding non-obstanding class എന്ന് നമ്മൾ നിയമം പറയുന്നത്. അതിനകത്ത് notwithstanding anything contained in the provisions of the act, this act will prevail. ഏത് ആക്ടിൽ എന്ത് പ്രൊവിഷൻ എന്ന് പറഞ്ഞിരുന്നാലും അതിനേക്കാളും ഓവർറൈഡിങ് എഫക്ട് ഇതിനുണ്ടാകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലേ? അപ്പം ഈ പറഞ്ഞ അത് DBT എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിന്റെ ആക്ട് ഉണ്ട്. ഡെപ്റ്റ് ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1992 അതുപോലെ ഇപ്പൊ സർഫാസി ആക്ട് നിങ്ങൾ കേട്ടുണ്ടാവും. ഇപ്പോഴും ബാങ്കുകളൊക്കെ എല്ലാം അറ്റാച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ എടുക്കുന്ന സ്ഥലം സെക്യൂരിറ്റൈസേഷൻ ആക്ട് എന്ന് കേട്ടുണ്ടാവുമല്ലോ. ഈ ആക്ടിൽ പൊസസ് ചെയ്യാൻ ലാൻഡ് പൊസസ് ചെയ്യാൻ കളർ ചെയ്യും. പക്ഷേ ഏത് ആക്ട് ഉണ്ടായിരുന്നു അതിനേക്കാൾ പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. അപ്പൊ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഡിസലവ് ചെയ്തു. ICICI ബാങ്കിന്റെ ലോൺ ക്ലെയിം ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരു പ്രൊവിഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ചാർജ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ദി ലയബിലിറ്റി ഈസ് വോയിഡ് അഗൈൻസ്റ്റ് ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആൻഡ് ദി ക്രെഡിറ്റർ എന്ന ടേം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ഓവർറൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ മറ്റേ എടുത്ത് കൊടുത്ത ബാങ്കിന്റെ കാശ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ വണ്ടി എടുക്കുകയാണ്, ലിക്വിഡേഷൻ ആകും, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ കസ്റ്റഡിയിലായി. അപ്പൊ ബാങ്കിന്റെ കാശ് അപ്പൊ സ്വാഭാവികമായിട്ട് ബാങ്ക് എന്ത് ചെയ്യാൻ മാറ്റി പിടിക്കാനൊക്കെ നോക്കും അല്ലേ വേറെ രീതി. ഇത് തന്നെ സെയിം കേസാണ് അടുത്തത്. സ്വല്പം വ്യത്യാസമുള്ളത് പ്രൊക്യൂർമെന്റ് മെഷീൻ ഫ്രം എബ്രോഡ്. ഈ ഗാഡ്കോ ശരിക്കും ഗാഡ്കോ എന്ന് പറയുന്ന പേര് സ്വല്പം വ്യത്യാസമുള്ള ഇത് നടന്ന ഒരു കേസാണ്. ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്തൊരു കേസാണ്. പേര് മാറ്റിയിട്ടില്ല. ശരിക്കും ഇത് വേറൊരു കമ്പനിയാണ്, സർക്കാർ കമ്പനിയാണ്. ഇതിന് പ്രൊക്യൂർമെന്റ് മെഷീൻസ് എബ്രോഡ് കമ്പനി ഓപ്പൺ ആൻഡ് LC വിത്ത് bank, scheduled bank for 8 crores rupees against that provided collateral security of 10 crores rupees, creating a registered mortgage, not equitable mortgage or title deed alla, registered mortgage in the sub-registrar office as the prior title of the property misrecoverable lost. The bank is satisfied with the mortgage registered in their favor and have to insist for creation of a charge with the ROC. The company subsequently liquidated. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വ്യത്യാസം എന്ന് പറയുന്നത് ഈ ബാങ്കിൽ നമുക്ക് ബാങ്കുകളിൽ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാർ പലതും ഉണ്ടാവും. ഇതിലുണ്ടാവും, അല്ല എല്ലാം ഉണ്ടാവും. അവിടെ നമ്മൾ ചെയ്ത നമ്മുടെ പ്രോപ്പർട്ടി സെക്യൂർ ചെയ്യണം, പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്യണം. ആ പ്ലഡ്ജിങ്ങിൽ നമ്മുടെ ടൈറ്റിൽ ഒറിജിനൽ ടൈറ്റിൽ ഇടും, പ്രയർ ടൈറ്റിൽ ഇടും. അത് ആവശ്യമായ ഈ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ they will create the mortgage, equitable mortgage by deposit of title deed. അവിടെ തന്നെ ടൈറ്റിൽ ഡീഡ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ തരികയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രിയേഷൻ രജിസ്റ്റേർഡ് മോർഗേജ്. പക്ഷെ പ്രയർ ടൈറ്റിൽ ഡീഡ് ഇപ്പോഴത്തെ ടൈറ്റിലിനേക്കാൾ വിലയുണ്ട് കേട്ടോ. ആ പ്രയർ ടൈറ്റിൽ ഡീഡ് പോയാൽ ഒരു ബാങ്കും ഇക്വിറ്റബിൾ മോർഗേജ് ക്രിയേറ്റ് ചെയ്യില്ല. കാരണം പ്രയർ ടൈറ്റിൽ ഡീഡ് കൊണ്ടുവച്ച് എവിടെയെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും, എടുത്തിട്ടായിരിക്കും അത് കളഞ്ഞു പോയെന്ന് പറഞ്ഞ് വരുന്നത്. അഫിഡവിറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നോട്ടറി പബ്ലിക്കോ സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് റിസ്ക് ആയത് എല്ലാ ബാങ്കുകളും രജിസ്റ്റേഡ് മോർഗേജ്. ഇപ്പൊ ബാങ്കിന് പേരിൽ ഈ പ്രോപ്പർട്ടി 10 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ സ്ഥലം രജിസ്റ്റർ മോർഗേജ് ചെയ്താൽ സേഫ് തന്നെ ബാങ്കുള്ളൂ അല്ലേ. നമ്മുടെ പേരിൽ വേറെ ആരെങ്കിലും വിചാരിക്കും. കാരണം രജിസ്ട്രേഷൻ ആക്ട് 1908 രജിസ്ട്രേഷൻ ആക്ട് അവിടെ ഉണ്ട്, സ്റ്റാമ്പ് ആക്ട് ഉണ്ട് 1859. ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് വളരെ സേഫ് ആണെന്നാണ് മാനേജർ വിചാരിച്ചിരിക്കുക. പക്ഷേ ലിക്വിഡേഷനിൽ പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് വോയിഡ് അഗൈൻസ്റ്റ് ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആൻഡ് വോയിഡ് അഗൈൻസ്റ്റ് ദി ക്രെഡിറ്റർ ആണ്. മനസ്സിലായി? അപ്പം അതിന് ഒരിക്കലും ബാങ്കിനകത്ത് ആ കാശ് പോയി. അല്ലെങ്കിൽ കിട്ടും. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയും. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ അല്ലാതെ ലാസ്റ്റിൽ ഈ എല്ലാ അസറ്റ് എല്ലാം വിറ്റ് കിട്ടുമ്പോൾ കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലയബിലിറ്റി എല്ലാം സെറ്റിൽ ചെയ്ത് അവസാനം വരും. ഇത്
നിങ്ങൾക്ക് ഇപ്പോഴും ആപ്ലിക്കേഷൻ വരുന്നതല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മറ്റ് പോയിന്റുകൾ പറയാൻ വേണ്ടി കോൺസിക്വൻസ് പറയാൻ വേണ്ടി പറയാം. ഇനി ആദ്യം നമുക്ക് തുടങ്ങാം. ഇനി ഞാൻ ഇതെല്ലാം ഈ പോയിന്റ് എല്ലാം അതിനകത്ത് കവർ ചെയ്യും. നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ സമയം എപ്പോഴും അപ്പോൾ തീർക്കാം. നിങ്ങളുടെ ഇതുപോലെ ആദ്യം തൊട്ടുകൊണ്ട് ഇതാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം. നിങ്ങളുടെ സ്മാർട്ട് കമ്പനി ഇതിനകത്ത് മാറി ഈ ഇൻഡിവിജ്വൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഉള്ള കമ്പനി ഇന്ത്യൻ അത് OPC എന്ന് പറയും, 1% കമ്പനി പോയത് OPC 1% കമ്പനി ഒരാൾ മാത്രം മതി. പക്ഷെ ഒരു നോമിനി കൂടെ വെക്കേണ്ടി വരും. ഇയാൾക്ക് എന്ത് സംഭവിച്ചേ, ഒരാൾ മാത്രം കമ്പനിയുടെ പർപ്പസ് സദസ്യം എന്ന് പറയും. കണ്ടിന്യൂറ്റി. നമ്മൾ ആളുകൾ വരും പോവുകയൊക്കെ ചെയ്യും, പക്ഷെ കമ്പനി ഈസ് ദയർ. അതുകൊണ്ട് പെർപ്പച്വൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാകാൻ വേണ്ടി ഒരാൾ 1% കമ്പനി ഒരാൾ സ്ഥാപിച്ചാലും അതിലൊരാൾ കൂടി നോമിനിയായിട്ട് ഇത് വെക്കേണ്ടി വരും. ഇയാളുടെ കയ്യിൽ ശ്രമിച്ച അയാൾ. പിന്നെ LLP നേരത്തെ പറഞ്ഞു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ ഒരു സ്മാർട്ട് കമ്പനി കൂടെ ഉണ്ട്. അതിലാണ് ഈ ഒരുവിധമുള്ള എല്ലാ കമ്പനി വരുന്നത്. കാരണം സ്മാർട്ട് കമ്പനിയുടെ ഡെഫിനിഷനിൽ അപ് ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അപ് ടു 50 lakhs rupees ആൻഡ് ടേൺ ഓവർ 2 crores rupees. അതാണ് പ്രസന്റ്. ഇത് രണ്ടിനും വരുന്ന കമ്പനികളാണ് ഒരുവിധമുള്ള ഈ കമ്പനി കമ്പനി വിൽക്കുന്നതൊക്കെ അറിയില്ല വരുന്നത്. അതുകൊണ്ട് അവരുടെ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികം കുറവാണ്. അവരുടെ കൂടുതലൊന്നുമില്ല. വളരെ ചെറിയ കംപ്ലൈൻസേ ഉള്ളൂ. വളരെ വളരെ ഒന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇത് ചെയ്യാവുന്നില്ല. വളരെ ഇത് മാത്രം കംപ്ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. അടുത്ത കമ്പനിയുടെ സൈസ് വലുതാകുമ്പോൾ ഒരുപാട് വലിയ കംപ്ലൈൻസ് വരും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. വളരെ ചെറിയ ലഘുവായിട്ടുള്ള ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ലൈഡിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഇൻഷുറൻസ് വരുമ്പോൾ മാത്രമല്ല, ലോൺ എടുക്കുമ്പോൾ മാത്രമല്ലേ വലിയ കാര്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഓരോ ഇൻഷുറൻസ് വരുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാനിത് ഒന്നും ചെയ്യില്ല. ഈ ബോർഡ് മീറ്റിംഗ് കൂടുക. ബോർഡ് മീറ്റിംഗ് കൂടിയില്ലെങ്കിലും ബോർഡ് രണ്ടുപേരും കൂടി ചേർന്ന് കമ്പനി ഉണ്ടാക്കാൻ രണ്ടുപേരും കൂടി ഒരു മീറ്റിംഗ് എപ്പോഴെങ്കിലും സംസാരിക്കും. അതൊന്ന് ഡോക്യുമെന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അടിച്ചിരുന്നാൽ മതിയല്ലോ. ആ ഒരു ഡേറ്റും ടൈമും രണ്ടും ഒപ്പിട്ട് വെച്ചാൽ മതിയല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല. പക്ഷെ അത് ചെയ്തിട്ട് കോൺസിക്വൻസ് പറയുന്നുണ്ട്. അപ്പൊ ബോർഡ് മീറ്റിംഗിന് സാധാരണ റിസൊല്യൂഷൻ അതൊക്കെ സാങ്കേതികമായിട്ട് എഴുതാൻ പറ്റും. എഴുതാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനൊരു മിനിറ്റ്സ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ ബോർഡ് മീറ്റിംഗ് എടുക്കുന്ന റിസൊല്യൂഷൻ, ഇതിനെ പറയുന്ന റിസൊല്യൂഷൻ തീരുമാനങ്ങളെ റിസൊല്യൂഷൻ പറയും. ഇപ്പുറത്ത് ജനറൽ മീറ്റിംഗ് 2 സൈസ് ഉണ്ട്. അത് വർഷത്തിൽ ഒരിക്കൽ കമ്പൽസറി ആയിട്ട് കൂടുക വേണം. അത് കൂടിയേ പറ്റും. കൂടിയ അത് ബന്ധപ്പെട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. കൂടിയില്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ്, എല്ലാ കോൺസിക്വൻസും ഉണ്ടാകുന്നതാണ്. ATM കൂടിയില്ലെങ്കിൽ ചുമ്മാ എഴുതി വെക്കാമല്ലോ. അപ്ലോഡ് നിങ്ങളൊന്നും ചെയ്യണ്ട. അതൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് അതിന്റെ ഫോം പറഞ്ഞു. അത് MTT പറഞ്ഞ ഫോം ഉണ്ട്. അത് പറഞ്ഞു. അപ്പൊ ഇവിടെ ജനറൽ മീറ്റിംഗ് കൂടിയിട്ട് അവിടെ 2 തരത്തിലുള്ള മീറ്റിംഗാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ആനുവൽ ജനറൽ മീറ്റിംഗ്, ഒരു വർഷത്തിൽ കൂടിയേ തീരും. കാരണം അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് പറയാനുള്ള അവസരം, മാനേജ്മെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം എന്നുള്ളത് ആനുവൽ ജനറൽ മീറ്റിംഗ് ഏതോ സങ്കല്പിച്ചിരിക്കുന്നത് ആക്ടിൽ പറയുന്നത്. അത് കൂടിയേ പറ്റും. അത് കൂടിയില്ലെങ്കിൽ എഴുതി റെക്കോർഡ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതൊരു പ്രൊഫഷണൽ സമയം കൊടുക്കുമ്പോൾ അവരൊക്കെ ചെയ്തോളൂ. ഒരു വലിയ കാര്യമൊന്നുമില്ല. അവർ ചെറിയ ഒരു EGM എക്സ്ട്രാ ബോർഡ് ജനറൽ മീറ്റിംഗ്, 2 മീറ്റിംഗുകൾ. എക്സ്ട്രാ ബോർഡിന് എന്തെങ്കിലും അത്യാവശ്യം വരെ കൂടുതലാണ് എക്സ്ട്രാ ബോർഡ് ജനറൽ മീറ്റിംഗ്. ഈ 2 മാത്രമേ ഉള്ളൂ. ഈ 2 എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിലും ഓർഡിനറി റെസൊല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആയിരിക്കാം. മെജോറിറ്റി, സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ. ചില റെസൊല്യൂഷനുകളെ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ വേണമെന്ന് ആക്ടിൽ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ 3/4 മെജോറിറ്റി വേണം. ലൊക്കേഷനെ കുറിച്ച് ലൊക്കേഷൻ ഉണ്ട്. ബോർഡ് മീറ്റിംഗ് എവിടെ കൂടുക? സാധാരണ കപ്പലിലൊക്കെ വെച്ച് കൂടുന്നത് അല്ലേ? ലക്ഷറി ഇന്ത്യ തന്നെ വേണം. ഈവൻ പിന്നെ ഇത് ആള് പങ്കെടുത്തില്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് മതി. ആ ഫെസിലിറ്റി ഉണ്ടായില്ല. വീഡിയോ കോൺഫറൻസിന് പങ്കെടുക്കാം. EGM മാൻഡേറ്ററി അല്ല. പക്ഷെ ആവശ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് പറയാം ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. പിന്നെ വേറെ പറഞ്ഞത് AG കൂടെ അങ്ങനെ കൂടാൻ പറ്റുന്നില്ല. AG എന്ന് പറഞ്ഞാൽ ആ പിന്നെ രജിസ്റ്റേർഡ് ഓഫീസോ വിത്ത് ദി ലോക്കൽ ലിമിറ്റ്സ് സിറ്റി ടൗൺ ഓർ വില്ലേജ്. അത് കൂടുതൽ നാഷണൽ ഹോളിഡേയ്സിൽ കൂടാൻ പറ്റില്ല. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കൂടാൻ പറ്റത്തുള്ളൂ. അല്ല 9 മണി വരെ. അല്ല, ചെയർമാൻ. ഒരു മീറ്റിംഗിൽ ഒരു ചെയർമാൻ. അത് നമ്മൾക്ക് അതെല്ലാം ലോജിക്കും കോമൺ സെൻസേ ഉള്ളൂ. ഇവിടെ ആക്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഇത് അങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ. നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ലേ ഉണ്ടാക്കുന്നേ, MLA. അതിൽ പറയുന്ന കാര്യങ്ങൾ ലോജിക്കേ ഉള്ളൂ. അതിനകത്ത് ഒരു ഏത് മീറ്റിംഗിലും ചെയർമാൻ തെരഞ്ഞെടുക്കും. ആ ചെയർമാൻ തന്നെയാണ് ഏത് മീറ്റിംഗിന്റെയും മിനിറ്റ്സ് ഒപ്പിടുന്നത് അല്ലേ? കമ്മീഷൻ അത് മാൻഡേറ്ററി ആണ്. അത് പറയാം. ചെറിയ കമ്പനി ഒരു കമ്പനി സെക്രട്ടറി ഇല്ലല്ലോ. 5 കോടി കൂടുതൽ പേടിപ്പിക്കാനുള്ള കമ്പനി മാത്രം കമ്പനി സെക്രട്ടറി മതി. അല്ലാതെ കമ്പനി വേണമെന്നില്ല. വരുന്നില്ല. ഞാൻ അതുകൊണ്ട് പറയുന്നത് അതൊന്നും വേണ്ട ആവശ്യമില്ല. ചെയർമാൻ ആ മീറ്റിംഗിനെ സംബന്ധിച്ച് ചെയർമാൻ സുപ്രീം പവറാണ്. മറ്റ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഈ പറയുന്ന മീറ്റിംഗിൽ സുപ്രീം പവേഴ്സ് ആണ് ചെയർമാൻ.
മനസ്സിലായില്ലേ? എക്സിക്യൂട്ടീവ് ഇത് ചെയർമാൻ ആണല്ലേ, പാർട്ടി ചെയർമാൻ പോലെ ആണെങ്കിൽ വേറെ എന്തോ മീറ്റിംഗ്. ആ 2 മീറ്റിംഗിലുണ്ട്. അതില് സ്പെഷ്യൽ റെസൊല്യൂഷനും സാധാരണ റെസൊല്യൂഷൻ. പിന്നെ ഉള്ളത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ഈ 4 ഐറ്റവും ആനുവൽ ജനറൽ മീറ്റിംഗിൽ മാത്രമേ കൂടാൻ ചെയ്യാൻ പറ്റുള്ളൂ. ആനുവൽ ജനറൽ, അതാണ് അവിടെയാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അത് ഷെയർ ഹോൾഡേഴ്സിന്റെ പവർ ആയതുകൊണ്ടാണ്, ബോർഡിന് പവർ ഇല്ലാത്ത കാര്യമാണ് ഇത്. അപ്പം നമുക്കിപ്പോൾ ഒരു റെസൊല്യൂഷൻ എന്തെങ്കിലും പാസ്സാക്കണം, ഫോർ എക്സാമ്പിൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് റെസൊല്യൂഷൻ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ചെയ്യും. അപ്പം എപ്പോഴും ഇവിടെ കൂടാതെ ഒരു വർഷം എത്ര വേണമെങ്കിലും കൂടാം, എത്ര കൂടാതെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇത് ഒരെണ്ണം ഒരു വർഷം ഒരെണ്ണം കൂടിയിരിക്കണം. അതിൽ കൂടാനുള്ള സമയമുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ആക്ട് തന്നെ പറയുന്നത് 1/4 തൊട്ട് 31/3 വരെയാണ്, മാർച്ച് 31 വരെയാണ്. ഇത് കഴിഞ്ഞ് 6 months എന്ന് വെച്ചാൽ സെപ്റ്റംബർ 30 മുമ്പ് AGM കൂടിയിരിക്കണം. യു ഷുഡ് പ്രൊവൈഡ് an opportunity to the shareholders for interacting with you. അതാണ് അതിന്റെ ഇത്. അത് കൂടിയിരിക്കണം. അല്ലെങ്കിൽ ചെയ്ത് എളുപ്പം 2 പേരുള്ള ഷെയർ ഹോൾഡേഴ്സ്, 2 പേരും ഡയറക്ടർ, പിന്നെ ഷെയർ ഇങ്ങനെ കൂടുന്നത് അറിയാമല്ലോ. ഇത് എഴുതിയുണ്ടാക്കിയില്ലെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് വരുന്നതാണ്. ഇവിടെയാണ് ഡയറക്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡയറക്ടർ MD മാറ്റണമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നല്ലോ. പറ്റുമോ ഇല്ലെന്നോ നോക്കിക്കോളൂ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺലി അറ്റ് ദി AGM. ഡയറക്ടേഴ്സിന് വേറെ ഇന്നും പോസ്റ്റ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ഡയറക്ടർ, ആൾട്ടർനേറ്റീവ് ഡയറക്ടർ പ്രൊഷോണ്ട് അത് പറ്റും. പക്ഷേ they will hold the office till AGM. AGM കഴിഞ്ഞാൽ പിന്നെ അവർ തിരികെ പറ്റില്ല. AGM കൺഫേം ചെയ്യുകയോ റീഅപ്പോയിന്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെളിയിലാണ്. ഒക്കെ വെച്ചിട്ട് ഒരാളിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ജീവിതം മൊത്തം ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഒരു വർഷത്തിനിടയ്ക്ക് ഒരാളിനെ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റും. അത് അഡീഷണൽ ഡയറക്ടർ എടുക്കാം. എന്നിട്ട് കൺഫേം ദി നെക്സ്റ്റ് AGM. AGM മാത്രമേ ഡയറക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഡയറക്ടർ പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. AGM മാത്രം, വേറെ ഒരു മീറ്റിംഗിനും പറ്റത്തില്ല, ഒരു ബോർഡിനും പറ്റില്ല. അപ്പൊ ഇത് മുമ്പുള്ള ഡീവിയേഷൻ ആണോ? പഴയ ആക്ടുമായിട്ട് വ്യത്യാസമാണ്? പഴയ ആക്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പഴയ ആക്ട് വ്യത്യാസമൊന്നുമില്ല. അത് തന്നെ പഴയ ആക്ട് വ്യത്യാസം. ഇത് മാത്രം ഇതിനകത്തുണ്ട്. 5 വർഷം മലയുടെ 5 വർഷം ഇപ്പോൾ പറ്റും പുതിയ ആക്ട്. നേരത്തെ പ്രൈവറ്റ് കമ്പനികൾ ഇത്രയാണ് പോസ്റ്റ് ചെയ്തത്. അത് നേരത്തെ ആ പറഞ്ഞ FD മാറ്റുന്ന അയാൾ 13 വർഷമായിട്ട് FD ആയിട്ടിരിക്കുന്നത്. അയാൾ മാറ്റുമെന്ന് പറഞ്ഞാൽ പറ്റാത്തത്. ആ പഴയ ആക്ടിൽ മാനേജിംഗ് ഡയറക്ടർ പ്രൈവറ്റ് കമ്പനിക്ക് എക്സംഷൻ ഉണ്ടായിരുന്നു, മാനേജിംഗ് ഡയറക്ടർ മാറ്റാൻ പറ്റില്ല. അപ്പൊ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പെർമനന്റ് പറഞ്ഞിരുന്നു. പക്ഷെ പുതിയ ആക്ടിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ പ്രൈവറ്റ് ആയ എക്സംഷൻ പോയി. പ്രൈവറ്റ് കമ്പനിയാണ് പബ്ലിക് കമ്പനി ഹി ക്യാൻ ഹോൾഡ് ദി ഓഫീസ് ഓൺലി ഫോർ 5 years. Thereafter have to reappoint by the AGM. ഇപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ല എനിക്ക്. അത് ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യണം. അതിന് പരമാവധി കമ്പനിയുടെ റൂൾസ് ആൻഡ് റിവേഴ്സ് പറയുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്തെല്ലാം ചെയ്യാം ചെയ്തുകൂടാ എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ആ മെമ്മോറണ്ടത്തിന്റെ വെളിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് അൾട്രാവേഴ്സ് എന്ന് പറയും. അതിന് കോൺട്രാക്ട് ഇത് വാല്യൂറ്റി ഉണ്ടാവില്ല. മനസ്സിലല്ലേ? ഒരു ടെക്നോ പാർക്ക് ഒരു കമ്പനി ഒരു കാർ ബിസിനസ് ആണെങ്കിൽ ഡ്രൈവിംഗ് വേറെ ബിസിനസ് ചെയ്താൽ അതിന് ഒബ്ജക്റ്റീവ് ക്ലാസ് പെർമിറ്റ് ചെയ്യില്ല. അത് അൾട്രാവേഴ്സ് കമ്പനിയാണ്. അത് നിയമവിരുദ്ധമാണ്. നമുക്ക് പുതിയൊരു ഏരിയയിലേക്ക് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ളതിനെ ആർട്ടിക്കിൾസിൽ പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ ചേഞ്ച് ചെയ്യാം. മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ പറയുന്നത് ഇതിൽ പറയുന്നത് അസോസിയേഷനിൽ പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ആ കമ്പനി എന്തിന് ഫോം ചെയ്തു, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് പറയും. അതിനകത്ത് ഓൾട്ടറേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ആൾട്രേഷൻ ഞാൻ പറയാം. അപ്പൊ ഇതിലെ MD ബോഡി MD എടുക്കാറുണ്ടോ? MD എന്ന് പറയാം. അത് പറയാം. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡയറക്ടർ അപ്പോയിന്റ്മെന്റ് അങ്ങനെയല്ല. മാനേജിംഗ് ഡയറക്ടർ ഒള്ളി ഡയറക്ടർ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ. അത് റോള് മാത്രമാണ്. റോളാണ്. മാനേജിംഗ് ഡയറക്ടർ ഈസ് ബേസിക്കലി ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കും. എക്സിക്യൂട്ടീവ് ആവുന്നില്ല. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആവുന്നില്ല. അവരവിടെ മീറ്റിംഗ് വന്നിരുന്ന് പോകുന്നതാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവാം, മൾട്ടി ഡയറക്ടർ ആവാം, മാനേജിംഗ് ഡയറക്ടർ ആവാം. അത് തീരുമാനിക്കാൻ ബോർഡിന് അധികാരമുണ്ട്. മാനേജിംഗ് ഡയറക്ടർ ആക്കി വെക്കാം, അല്ലെങ്കിൽ AGM-നാക്കാം, അല്ലെങ്കിൽ അവരുടെ മെമ്പർ ഓഫ് അസോസിയേഷൻ പറയാം, ആർട്ടിക്കിൾസ് പറയാം, അങ്ങനെയൊക്കെ ഏതെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പറയാം, അങ്ങനെ എടുക്കാം. അപ്പൊ ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാലോ, MD മാറ്റുകയും ചെയ്യാമല്ലോ ബോർഡിന്. MD മാറ്റാൻ മാറ്റാം, നോർമലി മാറ്റാം. പക്ഷെ ഇവിടെ ആർട്ടിക്കിൾസിൽ MD-യുടെ കാര്യം പറയുന്നുണ്ട് എങ്ങനെ എടുക്കണമെന്നുള്ളത്. അപ്പൊ ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് മാത്രം എല്ലാം ഓരോ റൂൾസിൽ എല്ലാം ഒരു യൂണിഫോം റൂൾസ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു യുവർ കമ്പനി. മനസ്സിലായില്ലേ? അത് പ്രൈവറ്റ് കമ്പനിക്ക് ഒരുപാട് ലിബർട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആക്ടിന് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് റാറ്റിഫിക്കേഷൻ ഓഡിറ്റേഴ്സിനെ വേറെ ഒരു രീതിയിലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഓഡിറ്റേഴ്സിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ഈ AGM-ന് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ്, ഒരു വർഷത്തെ അക്കൗണ്ട്സ്
നിങ്ങൾ ആരെങ്കിലും എഴുതി ഉണ്ടാക്കുമല്ലോ. ചാർട്ടർ അക്കൗണ്ട്സിന്റെ എഴുതി ഉണ്ടാക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കേണ്ടത്. അവരെ ഓഡിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം ചാർട്ടർ അക്കൗണ്ട്സ് തന്നെയാണ് അക്കൗണ്ട്സ് എഴുതി ഉണ്ടാക്കുന്നത് അല്ലേ. അതായത് സീക്രട്ട് ലായാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡന്റ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ഓർഡിനറി ബിസിനസ് ഓഫ് AGM ആണ്. AGM-ന് മാത്രമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ AGM-ന് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ് ചാൻസേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട്സ് അത് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് റെഡി ആയില്ലെന്ന് കൂട്ടിക്കും. അപ്പൊ റെഡി ആയില്ലെങ്കിൽ നോർമലിന് വലിയ പാടാണ്. പിന്നെ ചെയ്യാവുന്നത് സർക്കാർ കമ്പനികളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നിയമം പറയുന്നതല്ല, നിയമം ഈ പറയുന്ന 30/9 മുമ്പ് കൂടണമെന്നാണ്. ഇപ്പം നിങ്ങളുടെ AGM 6 months ടൈം ഉണ്ടല്ലോ, അതിനകത്ത് ഏപ്രിലിൽ കൂടിയിട്ട് നിങ്ങൾക്ക് അഡ്ജോൺ ചെയ്യാം. അഡ്ജോൺ, പോസ്റ്റ്പോൺ അല്ല, 2 ഉണ്ട്, അഡ്ജോൺ ആൻഡ് പോസ്റ്റ്പോൺ. അഡ്ജോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗിന്റെ കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ആ മീറ്റിംഗ് അന്നേരം തീരാത്തോണ്ട് നീട്ടി വെക്കുന്നതിനാണ് പറയുന്നത് അഡ്ജോൺ. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ മുമ്പ് മാറ്റി വെക്കുന്നതിനാണ്. അഡ്ജോൺ ആൻഡ് പോസ്റ്റ്പോൺ 2 വാക്കുകൾ വളരെ അഡ്ജോൺ ചെയ്തിട്ട് വെച്ചാൽ എക്സ്റ്റൻഷൻ ഓഫ് ദി ഒറിജിനൽ മീറ്റിംഗ് ടിൽ കംപ്ലീഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ സെപ്റ്റംബർ 30. പക്ഷെ സെപ്റ്റംബർ 30 കൂടുതലാണ്. അല്ലെങ്കിൽ ROC കണക്കിൽ പെർമിഷൻ ഉണ്ട്. 3 മാസം വരെ പെർമിഷൻ തരാനുള്ള അധികാരമേ ഉള്ളൂ. അതിന് മുമ്പ് പിന്നെ അതിന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിന് മുമ്പ് അക്കൗണ്ട്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത്. അല്ലെങ്കിൽ ഫൈൻ കൊടുത്ത് അടയ്ക്കുക, 1 വർഷം വരെയൊക്കെ ഫൈൻ കൊടുത്ത് അടച്ചു പോവുക, അഡ്ജോൺ ചെയ്യുക. ഈ AGM-നെ ബേസ് ചെയ്തുള്ള ഫൈനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു AGM കൂടണമെന്ന്. AGM ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമ്പനി സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോക്യുമെന്റിംഗ് ചെയ്യാം. ചെയ്തില്ല എങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നോട്ട്സ് ഓൺ അക്കൗണ്ട്സ് എല്ലാം ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണമെങ്കിൽ AOC 4 എന്ന് പറഞ്ഞ ഫോമിലാണ് ഇപ്പോഴും. നേരത്തെ ആണെങ്കിൽ 23AC 23ACB SE എന്ന് പറഞ്ഞ ഫോമാണ്. മാറിയിട്ട് ഇപ്പം AOC 4 ഇത് വിത്തിൻ 30 days ഓഫ് AGM. ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടി ഷെയർ ഹോൾഡേഴ്സ് ആണ് അക്കൗണ്ട് ഫൈനലി അപ്രൂവ് ചെയ്യേണ്ടത്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days ഇറ്റ് ഷുഡ് ബി ഫൈൽഡ് വിത്ത് ദി ROC വിത്ത് ഫൈൻ വിത്ത് ഫീസ് ബിഫോർ. അപ്പം ദാറ്റ് മീൻസ് 30 ദിവസം ആകുമ്പോൾ ഒക്ടോബർ 30 ഇത് ചെയ്തിരിക്കണമെങ്കിൽ ഫൈൻ ആവും. പിന്നെ 300 രൂപയാണെങ്കിൽ 300 രൂപ ഫൈൻ ആവും. അതിന് അഡീഷണൽ ഫീസ് തന്നെ വലിയ ഫീസ് ആവും. 27 ദിവസം കഴിഞ്ഞാൽ 12 ഇരട്ടി ആവും. 12, 10, 36, 3600 കൊടുക്കേണ്ടി വരും, 300 രൂപയ്ക്ക് വരെ. പിന്നെ ഉള്ളത് ഫൈലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ. ഇതിന് അക്കൗണ്ട്സ് ഈ AGM-നെ ബേസ് ചെയ്തുകൊണ്ടുള്ള സാധനമാണ്. MGT 7 60 days ഓഫ് AGM. ദാറ്റ് മീൻസ് അപ് ടു November 30. അതിന് മുമ്പ് ഈ 2 ഫയലിംഗ് നടത്തുന്നത് അതിന് 300 ഫീസ് അടച്ചിട്ട് ചെയ്യുക. പിന്നെ ഫൈനായി മാറും ബിഫോർ 32. MGT ആയിട്ട് നിങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. ഇത് 10 കോടി രൂപ പേയ്ഡ് ക്യാപിറ്റലോ 50 കോടി രൂപ ടേൺ ഓവറുള്ള വലിയ കമ്പനികൾക്ക് മാത്രമേ MGT 8 ഇറ്റ് ഈസ് മാൻഡേറ്ററി സൈൻഡ് ബൈ കമ്പനി സെക്രട്ടറീസ്. ഇത് MGT 7 സ്മാർട്ട് കമ്പനി ഒഴിച്ച് എല്ലാ കമ്പനികളും, സ്മാർട്ട് കമ്പനികളും ടേൺ ഓവർ കൂടിയാണെങ്കിൽ എല്ലാ കമ്പനികളും ഈ MGT 7 MGT 8 ഫയൽ ചെയ്യണമെങ്കിൽ പ്രീ സർട്ടിഫിക്കേഷൻ ബൈ കമ്പനി സെക്രട്ടറി. ഇത് കമ്പനി സെക്രട്ടറിയുടെ എക്സ്ക്ലൂസീവ് ഏരിയസ് ആണ്. ചാർട്ടർ കോഴ്സ് പറ്റുന്നത് അതാണ്. അവർ നമ്മളൊക്കെ തരാൻ പറ്റില്ല, നമ്മൾ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സെക്രട്ടറി ഒഴിച്ചെന്ന് ഇതും 50 കോടി പേടൊക്കെ 250 കോടി രൂപ ടേൺ ഓവർ ഉള്ള കമ്പനി വലിയ കമ്പനികൾക്കാണ്. ചെറിയ കമ്പനികളെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം സെക്രട്ടറി ഓഡിറ്റ് ഞങ്ങൾ ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പോലെ സെക്രട്ടറി ഓഡിറ്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഈ 3 ഐറ്റം കമ്പനി സെക്രട്ടറിയുടെ എക്സ്ക്ലൂസീവ് ഏരിയസ് കമ്പനി സെക്രട്ടറി പ്രകാരം. ഫിനാൻഷ്യൽ പ്രോസിക്യൂഷൻ കൂടെ പറയാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 128 സെക്ഷൻ 109 കമ്പനി ആക്ട് 2013 പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതി ഉണ്ടാക്കി തയ്യാറാക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ അക്രൂവൽ ബേസിസ് and the governance system of accounting should follow. It should show a true and fair view of the state of affairs of the company, and also it should be kept in the registered office of the company. അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുത്ത് വേറെ എവിടെ വയ്ക്കാം. പിന്നെ ഇറ്റ് ക്യാൻ ബി ഇൻ ഇലക്ട്രോണിക് ഫോം. 56 ആക്ട് പ്രകാരം ഇലക്ട്രോണിക് ഫോമിൽ പറ്റില്ല. ഇപ്പം നൗ യു ക്യാൻ കീപ് ഇറ്റ് ഇൻ ഇലക്ട്രോണിക് ഫോം. മറ്റേ നേരത്തെ മാനുവലായിട്ട് എഴുതി തരാറുണ്ട്. അല്ലെങ്കിൽ അവർ സ്റ്റാൻഡേർഡ് കമന്റ് ചെയ്യും. കമന്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ഡിസ്ക്ലൈസർ, 3 ഓഡിറ്റേഴ്സ്. അതിന് അവർ ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ ഇത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. പിന്നെ 129 അനുസരിച്ച് ഓഡിറ്റ് മാൻഡേറ്റ്സ് കംപ്ലൈൻസ് ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. അതിന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അക്കൗണ്ട്സ് എഴുതി തയ്യാറാക്കാൻ. ഫോർമാറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് എല്ലാ ഫോർമാറ്റ് ഉണ്ട്. അതിന് തയ്യാറാക്കുക. ഇറ്റ് ഷുഡ് ബി ഇൻ കംപ്ലൈൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും ഷെഡ്യൂൾ 3 പറയുന്ന അനുസരിച്ചിട്ട് അക്കൗണ്ട്സ് എഴുതി തയ്യാറാക്കി. ദാറ്റ് ഷുഡ് ബി ഓഡിറ്റഡ് ബൈ ദി സ്റ്റാൻഡേർഡ് ഓഡിറ്റർ അണ്ടർ സെക്ഷൻ 139. അതാണ് അതിന്റെ പ്രൊവിഷൻസ്, ടൈപ്പ് പ്രൊവിഷൻസ്. ഇനി ഇറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ബൈ ദി AGM ആൻഡ് ഫൈൽ AOC 4. ഇത്രയാവുമ്പോഴാണ് അക്കൗണ്ട്സിന്റെ പണി തീരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചാർട്ടേഡ് സെക്രട്ടറി അവർ
ഞങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് അവരെ ചെയ്യും. റിപ്പോർട്ട് വായിച്ചതെല്ലാം അവർ പറയുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇതെല്ലാം അവരുടെ അതിന്റെ കോർപ്പറേഷൻ കുറച്ച് കമ്പനികൾ കൂടുതൽ കമ്പനീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രോസസ് അതിലാണ് ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അസറ്റുകളുടെ പെനാൽറ്റി ഫോർ ഫെയിലുവർ 122 കീപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് അതിന് ഫെയിലുവർ വന്നാൽ മാനേജിംഗ് ഡയറക്ടർ, ഓഡിറ്റ് ഡയറക്ടർ, CFO പുതിയ ആളാണ് KMB കീ മാനേജിംഗ് പേഴ്സൺ എന്ന് പറഞ്ഞ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിട്ട് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ഇവരെല്ലാം പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് വിത്ത് ഫൈൻ. മിനിമം 50,000 രൂപ, മാക്സിമം 1 lakh ഓർ ബോത്ത്. ഇത്രയാണ് ഫൈൻ. അക്കൗണ്ട്സ് എഴുതി തയ്യാറാക്കി ഇല്ലെങ്കിൽ ഫൈനാണ്. ഇംപ്രിസൺമെന്റ് അപ് ടു 1 lakh. മാനേജ് ഡയറക്ടർ എഴുതി വെച്ചിട്ട് ഈ അക്കൗണ്ട്സ് എഴുതി തയ്യാറാക്കിയില്ലെങ്കിൽ ജയിലാകുമെന്നുള്ള കൂടി. അടുത്തത് ഈ വയലേഷൻ ഓഫ് 129 ഫൈലിംഗ് വിത്ത് ROC അങ്ങനെയുള്ള ഭാഗമാണ്. നോൺ അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ് AGM കൂടിയെങ്കിൽ മാത്രമേ അക്കൗണ്ട്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂ. കൂടിയില്ലെങ്കിൽ അത് ഫയൽ AOC4 ഫയൽ ചെയ്തില്ല എങ്കിൽ MD, ഓഡിറ്റ് ഡയറക്ടർ, CFO ആൻഡ് ഇൻ ആബ്സെൻസ് ഇവരെയൊന്നും ഈ കമ്പനി ഫാം ചെയ്തു ബോർഡ് നിങ്ങളുടെ ഈ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ MD ഇല്ല, ഓഡിറ്റ് ഡയറക്ടർ ഇല്ല, CFO ഇല്ല എങ്കിൽ all the directors are responsible, liable for the lapse and will be punished with imprisonment up to 1 year and fine up to 50,000 and maximum 5 lakhs. That is minimum 50,000 का minimum प्रयोग जाती है. or land up to 1 year and fine. अब fine हो रहा है. imprisonment ഉണ്ട് definitely. Yeah, definitely. Punishment, imprisonment up to 1 year and fine. Or imprisonment up to 1 year, up to 1 year and fine അല്ല or ആണ്. ശരിയാ or തന്നെയാണ്. അത് രണ്ടിലൊന്നേ വരില്ല. രണ്ടിലൊന്നേ രണ്ടും കൂടി വരാം. or both എന്ന് പറയുമ്പോൾ രണ്ടും കൂടി വരാം. ഇവിടെ or ആണ്. or fine up to 50,000 maximum 1 lakh 5 lakh rupees or both. അല്ലേ രണ്ടും കൂടെ വരാം. രണ്ടിലൊന്നാമോ അത് അവര് ആ ഇരിക്കുന്ന ജഡ്ജി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ NCLT ആണ്, നാഷണൽ കമ്മ്യൂണൽ ട്രിബ്യൂണലാണ്. നേരത്തെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പവറിനെ കൊണ്ട് മാറ്റി കണ്ടിന്യൂ ചെയ്യാലോ. കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. ആനുവൽ റിപ്പോർട്ട് സെക്ഷൻ 92 അനുസരിച്ച് പെനാൽറ്റീസ് ഓഫ് പ്രോസിക്യൂഷൻ എഗൻസ്റ്റ് ദി കമ്പനി. ഇവിടെ കമ്പനിക്ക് ഓഫീസ് ഓഫ് ഡിഫൾട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 50,000 അപ് ടു 5 lakhs rupees ആണ് ആനുവൽ റിട്ടേൺ 92 അനുസരിച്ച് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഇൻഫോം MGT 7 അല്ലെങ്കിൽ MGT 8 ഇത് ഫയൽ ചെയ്തില്ലെങ്കിൽ 5 ലക്ഷം വരെയുണ്ട്. പിന്നെ ഓഫീസ് ഓഫ് ഡിഫൾട്ട് 50,000 rupees to 5 lakh rupees, ഇംപ്രിസൺമെന്റ് അപ് ടു 6 months. ഇതിൽ ഇംപ്രിസൺമെന്റ് ഓരോന്നും സെപ്പറേറ്റ് ഒഫൻസുകളാണ്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ കോടതിക്ക് എല്ലാം കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ കോഡിന് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ പവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫീസ്. വളരെ നോർമൽ ഫീസാണ്. നിങ്ങളുടെ ലെസ് ദാൻ 5 lakh എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കുള്ള കമ്പനിക്ക് 300 രൂപയുള്ള ഫീസ് വളരെ നോർമൽ ഫീസേ ഉള്ളൂ. പക്ഷെ ഇത് അടയ്ക്കാത്തതുകൊണ്ടാണ് വലിയ എമൗണ്ട് പെനാൽറ്റി. പക്ഷേ അടുത്ത ഇതെടുത്തോ, അടുത്ത പക്ഷെ പെനാൽറ്റി ഭയങ്കര കൂടുതലാണ് സമയത്ത് ചെയ്തില്ല എങ്കിൽ. 15 ദിവസം കഴിഞ്ഞാൽ 30 ചെയ്തില്ല എങ്കിൽ 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 times ഓഫ് നോർമൽ ഫൈനിങ് 300 രൂപ വരെ 600 രൂപ അറിയാവും. 2 ഫൈനിങ് ഉണ്ട്. 600 എന്ന് പറഞ്ഞാൽ 1200 രൂപ അറിയാവും. 60 ദിവസം കഴിഞ്ഞാൽ അല്ല 31 ദിവസം ആയി കഴിഞ്ഞാൽ 4 times ഓഫ് നോർമൽ ഫൈനിങ്. അപ്പൊ അതിന്റെ ഇരട്ടിയായി പോയി. അതുപോലെ 61 ദിവസം കഴിഞ്ഞാൽ 6 times. അപ്പൊ 180 days കഴിഞ്ഞാൽ 10 times. 300 രൂപ 3000 രൂപയായി മാറി. 3000 6000 അവിടെ 270 ദിവസം കഴിഞ്ഞാൽ 12 times നോർമൽ ഫൈൻ. ഇതാണ് ഫൈൻ. ഇത് മാക്സിമം 12 times. 12 times ആണ്. 300 അടങ്ങി 12 36 3600 രൂപ അടങ്ങില്ലേ. രണ്ടെണ്ണം ഫൈനിങ് ആകുമ്പോൾ AOC4 MGT 7 കൂടെ ആകുമ്പോൾ 7200 രൂപയായി. 600 രൂപ നിൽക്കണേ 7200 അടങ്ങില്ലേ. ആ ഫീസ് വേണ്ട ഞങ്ങൾക്ക് വന്നാൽ മതി. കറക്റ്റ് ആയിട്ട് ചെയ്തത്. ഇതാണ് അറ്റൻഡൻസ്. ഈ ബോർഡ് മീറ്റിംഗിൽ ഡയറക്ടർ അറ്റൻഡ് ചെയ്യണോ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് പോയിട്ട് അല്ല ഇത് ഓഫീസ് ഓഫ് ഡയറക്ടർ become vacant if a director absent himself from all the board meetings for 12 months with or without leave of absence.
12 മീറ്റിംഗ് ഒരു 4 മീറ്റിംഗ് കൂടും. മീറ്റിംഗ് കൂടാണ്ട് ഒരു വർഷത്തിൽ 4 ഉള്ളൂ. അത് 2 മീറ്റിങ്ങുകളുടെ ഇടയിൽ 120 days കൂടാൻ പാടില്ല. 4 മീറ്റിംഗ് കൂടിയാൽ മതി. പക്ഷെ ഈ മീറ്റിംഗ് 12 മാസത്തെ മീറ്റിംഗിൽ 4 മീറ്റിംഗിൽ ഒരു ഡയറക്ടർ പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഡയറക്ടർ അല്ലാതാവും. അപ്പൊ ഈ ഡയറക്ടറെ ഇന്റിമേറ്റ് ചെയ്യാനുള്ള ഇന്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നോട്ടീസ് എവിഡൻസ് ഉണ്ട്. നോട്ടീസ് അതൊക്കെ ഇപ്പൊ അത് ബൈ പോസ്റ്റ് അയക്കാം, കൊറിയർ അയക്കാം, സ്പീഡ് പോസ്റ്റ് അയക്കാം, എങ്ങനെ അയക്കാം, ഇമെയിൽ ഇലക്ട്രോണിക് ഫോമിൽ അയക്കാം. അപ്പൊ ഇമെയിലിന്റെ റെക്കോർഡ് എടുക്കും, അയച്ചിട്ട് റെക്കോർഡ് എടുക്കും. ഇത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ അഡ്വാൻസ്ഡ് അല്ലേ. അവർ ഇമെയിൽ എടുത്തിട്ട് അവർ ടൈം എടുക്കാൻ അത് കാണൂലേ, അതെടുത്തിട്ട് കോപ്പി വെച്ചാൽ പോരെ. ഇതിനുള്ളൂ. പക്ഷെ ഡയറക്റ്റ് പങ്കെടുത്തിട്ടില്ലെങ്കിൽ 12 മാസം പങ്കെടുത്തില്ലെങ്കിൽ he will become automatically ഡയറക്ടർ. മിനിമം എത്ര മീറ്റിംഗ് ഉണ്ടാവണം? ഒരു വർഷം 4 എണ്ണം. അല്ല, മിനിമം ഒരു മീറ്റിംഗിലെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരെണ്ണം അറ്റൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നില്ല, ഒരു റെക്കോർഡ് സപ്പോസ് ഒരു ഡയറക്ടറെ അറിയിക്കുന്നില്ലെങ്കിലുള്ള കോൺസിക്വൻസ് എന്താ? അത് അയാൾ പണം ഉണ്ടാക്കില്ല. ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് അങ്ങനെ അതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് ആകുമ്പോൾ ബാക്കി എന്തുവാ, നമ്മുടെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ബാക്കി അവിടെ ഇരിക്കുന്നവര് ബിക്കം മോർ അവെയർ അല്ലേ. ഇങ്ങനെ ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്, നമ്മൾ ബി മോർ കാഷ്യസ്. അവരുടെ കാഷ്യസ് ആയിരിക്കും. അവരെന്തെന്ന് ഇപ്പൊ എല്ലാവർക്കും അല്ലെങ്കിൽ ദീസ് ആർ പ്രൂഫ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ. എടുത്ത് ഡിസ്പ്യൂട്ട് വന്ന് കോടതി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കണ്ടേ. അവിടെ എന്തെങ്കിലും ലാപ്സ് വന്നാൽ അവരെ ലാപ്സ് പ്രൊസീജിയർ ലാപ്സ് ആണ് കോടതി ഏറ്റുകൊണ്ട് ചെക്ക് ചെയ്യുന്നത്. മെരിറ്റിലല്ല, ബേസ്ഡ് ഓൺ മെരിറ്റ്. എവറി ഡിഗ്രി ബേസ്ഡ് ഓൺ പ്രൊസീജിയർ. അപ്പൊ പ്രൊസീജിയർ ഇതെല്ലാം തെറ്റിക്കഴിഞ്ഞാൽ, ഈ ആക്ട് പ്രകാരമുള്ള പ്രൊസീജിയർ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്യൂട്ട് വരുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നത്. നേരത്തെ എന്റെ വരുന്നത് പറഞ്ഞാൽ അവിടെ മിനിറ്റ്സ് ഒന്നും എഴുതിച്ചിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല. എങ്ങനെ ചെയ്യുന്നത്? ആദ്യം നമ്മൾ മിനിറ്റ്സ് കീപ്പ് ചെയ്യണം മാത്രമേ ഉള്ളൂ, അത് കൊടുക്കണമെന്നല്ലോ. അങ്ങനെ മിനിറ്റ്സ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് അത് എല്ലാം എനിക്ക് ഇത് പറയാൻ സമയം കിട്ടുന്നില്ല. നിങ്ങൾ ഒരു ദിവസം വിളിച്ച് ഞാൻ വന്ന് ഇവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് സന്തോഷമുള്ളൂ. അവിടെ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വിത്തിൻ 50 days ഇറ്റ് ഷുഡ് ബി സർക്കുലേറ്റഡ് ഇൻ ഡ്രാഫ്റ്റ് ഫോം ഓൾ ദി ഡയറക്ടേഴ്സ്. അത് ഇതിലൂടെ ഇമെയിലോ ആവാം. അവർ ഡ്രാഫ്റ്റ് ചെയ്ത് അവർ കൂടി തിരിച്ചയക്കണം, അവരുടെ സജഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഫൈനലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ചെയർമാനാണ്. ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ് ഹാസ് ആബ്സല്യൂട്ട് ഡിസ്ക്രിപ്ഷൻ ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് എനി ഐറ്റംസ് എന്ന് കൂടെ പറയുന്നത്. അപ്പൊ ആരെങ്കിലും ഒരു ഡയറക്ടർ അയാൾക്ക് അയച്ചു കൺഫേം വെച്ച് ഡ്രാഫ്റ്റ് ഫോമിൽ അയച്ചു കൊടുക്കുമ്പോൾ അയാൾ ഒരു കമന്റ് ചെയ്തിരിക്കണം, അത് ഡിഫോമേറ്റഡ് ഇത് കമ്പനിയാണ്, ഡിഫോമേറ്റഡ് അതർ ഡയറക്ടർ ഹി ക്യാൻ എക്സ്ക്ലൂഡ് ഇറ്റ്. ദി ചെയർമാൻ ഹാസ് ദി പവർ, അബ്സല്യൂട്ട് പവർ ടു എക്സ്ക്ലൂഡ് എനി ഐറ്റംസ് ഓഫ് ഫ്രം ദി മിനിറ്റ്സ്. അത് ചെയർമാന്റെ പവറാണ്. ഓക്കെ. അപ്പോയിന്റ്മെന്റ് റിമൂവൽ റാറ്റിഫിക്കേഷൻ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് AGM ഓൺലി നേരത്തെ പറഞ്ഞില്ല അല്ലേ. ഈ AGM മാത്രമേ പറ്റത്തുള്ളൂ ഫോർ 5 years ഫ്രം ദി കൺക്ലൂഷൻ. അപ്പോയിന്റ്മെന്റ് ഇത് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിന്റെ പാർട്ടി. ഈ ഓഡിറ്ററെ മാറ്റാൻ ഈ പ്രൊഫഷണൽ സാധനം വാങ്ങിച്ച് ഉൾപ്പെടുത്താത്തതിന് എവിടേക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് ഓഡിറ്ററെ മാറ്റാനായിട്ട് ഭയങ്കര പാടാണ്. ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയുന്നില്ല, പോസിബിൾ, ബട്ട് വെരി സ്ട്രിഞ്ചന്റ് പ്രോസസ് അല്ല. അതെന്തെന്ന് നോക്കിയോളൂ. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് 5 വർഷത്തേക്ക് ഓഡിറ്ററെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 1 വർഷം, അതായത് സെക്കൻഡ്സ് ഇല്ല, 1 വർഷത്തേക്ക് AGM പോസ്റ്റ് ചെയ്യും. അത് അനുവദനീയമല്ല, അതിന്റെ സെക്കൻഡ്സ് ഇല്ല. From the അത് അദ്ദേഹം ഇരിക്കുന്നത് from the conclusion of that particular AGM till the conclusion of 6th AGM. 5 വർഷത്തേക്കാണ്. പുതിയ ഐറ്റംസ് പുതിയ ആക്ട് ഞാൻ കമ്പനീസ് ആക്ട് 2013 പറഞ്ഞു. ഇപ്പൊ പഴയത് പറഞ്ഞിട്ട് ഇപ്പൊ റെലവൻസ് അല്ലോ. അപ്പോയിന്റ്മെന്റ് ടു ബി രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് ബി റാറ്റിഫൈഡ് ബൈ എവരി AGM. ഓരോ AGM-ൽ റാറ്റിഫൈ ചെയ്യണം. അതിന് 2 കാര്യങ്ങൾ ചെയ്യണം. അത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ടാവും. റിമൂവൽ ഒരു വാക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള വാക്കാണ്. റിമൂവൽ ഈസ് സബ്ജക്ട് ടു ദി അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ്. സെൻട്രൽ ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അടുത്തന്നെ പറഞ്ഞത്. കാഷ്വൽ വേക്കൻസി റെസിഗ്നേഷൻ ക്യാൻ ബി. അപ്പോൾ റിസൈൻ AGM മതി. റിസൈൻ ചെയ്താലും റിമൂവ് ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിസൈൻ ചെയ്താൽ പോലും ഭയങ്കര പാടാണ്. റിമൂവ് ചെയ്താൽ റിസൈൻ ചെയ്താൽ പിന്നെ സഹിക്കാം. He can remove. He is subject to removal. Nobody is unremovable. He does not need you to remove because if you are getting central government approval to remove. Central government approval is very difficult to get. That means basically you cannot think about ever removing your. That is better. That is better. പുള്ളിമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവാതെ നല്ല ടേപ്സ് പോകുന്നതിനകത്തോട് അവരെന്ത് ചെയ്യും? എന്താ നമ്മൾ ചാർട്ടേഡ് അപ്പോയിന്റ് എന്തുകൊണ്ടാണ് അത് നിയമം പറയുന്ന നമ്മുടെ നിയമത്തിന് ഉപരിയായിട്ട് എന്തുകൊണ്ട് വൈ വി ആർ അപ്രോച്ചിങ് ചാർട്ടേഡ് അക്കൗണ്ട് ടു പ്രിപ്പയർ അവർ അക്കൗണ്ട്സ് ഓർ ഓഡിറ്റ് അവർ അക്കൗണ്ട്സ്.
compliance, knowledge. ഫസ്റ്റ് കംപ്ലൈൻസ്, നോളജ് മാത്രമല്ല. ഇപ്പൊ നമ്മളിപ്പോ 100+100 എത്രയാണ് സംശയം? 200 അല്ലേ? ഒരു ഡോക്ടറെ ചോദിച്ചാൽ 200 പറയും, ഒരു എഞ്ചിനീയർ ചോദിച്ചാൽ 200 പറയും, അഡ്വക്കേറ്റ് ചോദിച്ചാൽ 200 പറയും. പക്ഷെ ചാർട്ടർ ചോദിച്ചു നോക്കുന്നത് പറയും എത്രയും വേണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ ഇൻകം ടാക്സ് വേണമെങ്കിൽ 200-150 ആവും അല്ലെ? ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടി. ആ സ്ഥലത്ത് ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി പ്രോഫിറ്റ് കൂടുതൽ വേണം. അപ്പൊ അത് 250 ആവും. അപ്പൊ എത്ര 100+100 നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ സേവ് ചെയ്യല്ലേ അല്ലേ? ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആൾവേസ് ഹെൽപ്പിംഗ് യു. അല്ലാതെ നിങ്ങളുടെ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങിച്ചടയ്ക്കും. ഒരു ഏതെങ്കിലും ചാർട്ടേഡ് അടയ്ക്കും, ഒരു കൂടുതൽ ടാക്സ് വാങ്ങിച്ചടയ്ക്കും ഇല്ല. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് നമ്മുടെ അതിനെ കുറിച്ച് ആ ലായെ കുറിച്ചുള്ള ഇഗ്നോറൻസ് നാട്ടിൽ എക്സ്ക്യൂസ് ഇല്ലേ? ഈ നമ്മളെ കുറിച്ച് നമുക്ക് അവനെ കുറിച്ചുള്ള ഇഗ്നോറൻസ് കൊണ്ട് നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്യും. നമ്മൾ പല നിലം കേൾക്കണം പറയും ഇല്ലേ? ഇപ്പൊ നമ്മൾ പോയി വഴി വിട്ട് ഇത് ലോണിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പറഞ്ഞിട്ട് ഒരുപാട് നിയന്ത്രണം ഒരുപാടുണ്ട്. ലോൺ ടു ഡയറക്ടേഴ്സ് ആയാലും ഡിപ്പോസിറ്റ് ഫ്രം ഡയറക്ടേഴ്സ് ഒത്തിരി എല്ലാത്തിനും ഭയങ്കരമായ കൺട്രോൾ ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യണമെന്ന് ഒരു കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അതെല്ലാം MD ആണെന്ന് വെച്ച് ഞാൻ പറയുന്നത് എല്ലാം അതുപോലെ അനുസരിക്കുമെന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പൊ അതിനനുസരിച്ച് ചാർട്ടേഡ് അക്കൗണ്ട്സ് നമ്മൾ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പൊ അയാൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്നല്ല, ഏതാണ്ട് ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് വെരി ഡിഫിക്കൽട്ട്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ കിട്ടൂലെന്ന് പറയില്ല, അതിന് റീസൺ കൊടുക്കണം. അത് മാത്രമല്ല അടുത്ത ഇതിന്റെ പറയാം. അടുത്ത സൈഡ് അപ്പോയിന്റ്മെന്റ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ റിട്ടേൺ കൺസെന്റ് കമ്പനി നിയമിക്കണം, അയാളുടെ കൺസെന്റ് മേടിക്കണം. അതേപോലെ തന്നെ കംപ്ലൈൻസ് 41 അനുസരിച്ചുള്ള കംപ്ലൈൻസ്, ദാറ്റ് മീൻസ് മാക്സിമം 20 കമ്പനീസ് പറ്റും, ഔട്ട് ഓഫ് വിച്ച് നോട്ട് മോർ ദാൻ 10 കമ്പനീസ് പബ്ലിക് കമ്പനി ആവാൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ അത് കംപ്ലൈന്റ് ചെയ്യുന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ആയിട്ട് മാറി. 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ചാർട്ടർ അക്കൗണ്ട്സിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന് കഴിഞ്ഞ് 50 days ഫയൽ ADT1 with the ROC ഫയൽ ചെയ്യണം. ഇൻഡിപെൻഡന്റ് ഓഡിറ്റർമാരെ അപ്പോയിന്റ് ഫോർ എ ടൈം ഓഫ് 5 years only. And other directors അല്ല ഓഡിറ്റ് ഫേം ആണെങ്കിൽ 10 years, 2 term of 5 years. And കൂളിംഗ് ഓഫ് ഒരിക്കൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂളിംഗ് ഓഫ് പീരീഡ് ഓഫ് 5 years, 5 വർഷം പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. Resignation by director. Partial vacancy can be filled by board of directors within 30 days. With the same shall be approved by the AGM within 3 months and shall hold till AGM. ഒരു AGM മാത്രമേ നേരത്തെ പറഞ്ഞത് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അയാൾക്ക് എന്തെങ്കിലും സംബന്ധിച്ച് ഒരു കാർഷിക വേക്കൻസി ഉണ്ടെങ്കിൽ ഈ ബോർഡിന് തൽക്കാലം ചെയ്യാം 30 ദിവസത്തിനുള്ളിൽ. അത് 3 മാസത്തിനുള്ളിൽ AGM അപ്രൂവ് ചെയ്യും. AGM അവിടെ എക്സ്ട്രാ ബോർഡ് ചിലവർക്ക് കൂടിയേ പറ്റും. അപ്പോൾ അയാൾ അടുത്ത AGM വരെ ഇരിക്കുന്നുള്ളൂ. AGMന്റെ പരമാധികാരി ഷെയർ ഹോൾഡേഴ്സിന്റെ പരമാധികാരിയാണ് ഈ ഓഡിറ്റേഴ്സ്. ആർക്കാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ ഓഡിറ്റ് ചെയ്ത കണക്കെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന to the shareholders, to the members of the company. Ultimate authority ചെയ്യുന്നത് ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്കാണ്, മാനേജ്മെന്റ് അല്ല. നമ്മുടെ ഇന്ത്യയുടെ ഓഡിറ്റാണ് വേറെ ഏത് ഓഡിറ്റാണ് റിപ്പോർട്ട് ചെയ്തത്? റിപ്പോർട്ടിംഗ് ടു മാനേജ്മെന്റ്. ബട്ട് the auditors are reporting to the shareholders. They are appointing them. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആളുടെ മാനേജ്മെന്റ് മാറ്റാൻ പറ്റൂല. ഷെയർ ഹോൾഡേഴ്സിന്റെ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാനാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ പോസ്റ്റ് ചെയ്ത് ചാർട്ടേഡ് ഓഡിറ്റേഴ്സ് പോസ്റ്റ് ചെയ്തത്. They are liable to the accountable to the shareholders. The resigned auditor shall within 30 days ADT3 ഫയൽ ചെയ്യണം വിത്ത് ദി കമ്പനി ആൻഡ് ദി ROC. ഈ റിസൈൻ ചെയ്താലേ ജോലിയുണ്ട് പെട്ടെന്ന് തന്നെ ROCക്കും ഇത് കമ്പനിക്കും അറിയിക്കണം. ADT3 ദി ഓഡിറ്റർ അങ്ങനെ ഫെയിലിയർ ചെയ്യണമെങ്കിൽ he is liable to file with it. What is liable to file? The fine minimum for 50,000 rupees and maximum 5 lakhs rupees. ഓഡിറ്ററുടെ ജോലിയുണ്ട്, അല്ലെങ്കിൽ 5 lakhs. ഈ 5 lakhs നിങ്ങളെ കമ്പനിയിൽ എത്ര നാൾ പിരിച്ചെടുത്താൽ കിട്ടും? ഒരു ഫൈൻ വന്നതായി പോയില്ലേ? ഇതൊന്നും വേണമെന്നില്ല, ഇത് സമീപം ഇനി എന്തെങ്കിലേ അല്ല ഡയറക്ടേഴ്സിന്റെ അതുപോലെ കണ്ടിട്ട് ഈ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. നിങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ വേണം വിത്ത് 3 years ഒക്കെ ഉണ്ടല്ലോ. 3 years ഒരു പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നിയമമില്ല. 3 വർഷത്തേക്ക് കൊടുക്കാൻ പാടില്ല, നിരോധിച്ചിരിക്കുകയാണ് ആക്റ്റീവ്. കമ്പനി ഫോം ചെയ്ത് 3 വർഷത്തേക്ക് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അങ്ങനെയുള്ള മത്സരം അങ്ങനെ ഒന്നും നടത്താൻ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഇത് നിരോധിച്ചിരിക്കുകയാണ്. ടോട്ടലി ബാൻ അണ്ടർ ദി ആക്ട്. വേണമെങ്കിൽ പറയാം, അവർ വരുമ്പോൾ പറയാം നിരോധിക്കപ്പെട്ടതാണ്, അത് തരാൻ പാടില്ല. 3 വർഷം കഴിയാൻ കൊടുക്കാം. 7% പേരൊക്കെ
കമ്പനി സെക്രട്ടറി ഇപ്പൊ ഒരു കേസ് ഉണ്ടായില്ല, MD മാറ്റണം എന്ന് പറഞ്ഞില്ലേ? Like company secretary മാറ്റാൻ കമ്പനി സെക്രട്ടറികൾ പിന്നെ മാറ്റണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പണി കിട്ടുമല്ലോ. സാർ ഏത് കമ്പനി company called Faith in ഇതിനകത്തുള്ള ഫെയ്ത്ത് ഇല്ലേ? അവിടെ ഒരു പ്രാവശ്യം ഇത് ട്രെയിനിങ് ഉണ്ട് അല്ലേ? ട്രെയിൻ നടത്തിയിട്ടില്ലേ? because sometimes the company secretary is supposed to maintain the record. If it doesn't maintain the record, then അതെ, റെക്കോർഡ് കീപ്പ് ചെയ്താലും കുഴപ്പമുണ്ട്. കമ്പനി സെക്രട്ടറിയാണ് ഫസ്റ്റ് ഓഫീസർ ഡിഫാൾട്ട്. ഏത് പെനാൽറ്റി വന്നാലും പുള്ളിയുടെ മൊഴി കൊടുക്കും. കാരണം ഇപ്പൊ ജോലിക്കാരും പോകുന്നില്ല, അതിന് പാടാണ്. കാരണം ഏതെങ്കിലും ശമ്പളം വാങ്ങുന്നതെല്ലാം അടക്കേണ്ടി വരില്ല ഒരു പെനാൽറ്റി. കാരണം ഒരിക്കലും ഒരു കമ്പനികളുടെ മാനേജ് വരും. പ്രൈവറ്റ് കമ്പനി കാര്യത്തില്ല, പബ്ലിക് കമ്പനി. ഞാൻ ഒരുപാട് 36 വർഷം സർവീസ് കഴിഞ്ഞാണ് ഒരുപാട് കമ്പനി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ മാനേജ്മെന്റ് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞാൽ അത് അവർ പറയുന്നതല്ല. എസ്പെഷ്യലി ദി ഗവൺമെന്റ് സെക്രട്ടറീസ് ദേ ആർ വെരി പർട്ടിക്കുലർ അബൌട്ട് their comments. അല്ലേ? they will dictate. അവർ പറയുന്നത് മനസ്സിലാവും. നമ്മൾ അങ്ങോട്ടൊന്ന് പറയുന്നതാണ്. ഈവൻ ഡിന്നർ കൊടുക്കുന്നില്ല. നമ്മൾ പറഞ്ഞാൽ ഒരു പുള്ളിയുടെ ഒരു പാൻ വേണം. എന്റെ പാൻ ഞാൻ തരുന്നത്, പാൻ്റെ കാർ ഞാൻ തരുന്നത് ചോദിച്ചു. ഡിന്നെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അവർ അങ്ങനത്തെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ഫ്രം ദി AGM ഉണ്ട്. നേരത്തെ പറഞ്ഞ ആ ഇന്ന് മാറ്റണം, MD മാറ്റണം നടന്ന കാര്യമല്ല. അത് റെസിഗ്നേഷൻ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആസ് അഡീഷണൽ ഡയറക്ടേഴ്സ് ആർ പാസ്ഡ്. ദാറ്റ് ഷുഡ് ബി കൺഫേം ടു AGM. അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ എത്ര നാളിരിക്കും? എത്ര പോസ്റ്റ് ചെയ്താലും അടുത്ത AGM ഇരിക്കുള്ളൂ. AGM ഒന്നുകിൽ കൺഫേം ചെയ്യണം, അല്ലാതെ എനിക്കില്ല. ഡയറക്ടറിന് അപ്പം മറ്റേ പുള്ളിക്ക് ഫുൾ പവർ MDക്ക് ഇപ്പം പവർ സ്പ്ലിറ്റ് ചെയ്യുക അങ്ങനെ അതാരാ ഡിസൈഡ് ചെയ്യുന്നത്? പവർ സ്പ്ലിറ്റ് ചെയ്തില്ല. പവർ കൊടുക്കുന്നില്ല. പവർ എൻ്റെ പവർ ഓഫ് ദി കമ്പനി ഇൻവെസ്റ്റ് വിത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഫസ്റ്റ് ഒരു ഘടകമാണ്. കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദി എൻറ്റയർ പവർ ഓഫ് ദി കമ്പനി വെസ്റ്റ് വിത്ത് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. MDക്കോ വേറെ ആർക്കും ഒരു അധികാരമില്ല. All the powers are delegated powers. ബോർഡ് കൊടുക്കുന്ന പവേഴ്സ് മാത്രമേ MDക്കാരും ആൾക്കാരും ഉള്ളൂ. അപ്പൊ MDക്ക് പവർ കൊടുക്കാം, പവർ കുറയ്ക്കാം, കൂട്ടാം, ഇതൊക്കെ ചെയ്യുന്നതാണ്. MD അവിടെ വെറുതെ മൂലക്ക് ഇരുന്നിട്ട് വേറെ MDക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാം പവറുകൾ. സിഇഒക്ക് കൊടുക്കാമോ? CEO കൊടുക്കാം, CEO കൊടുക്കാം. ആദ്യം വേറെ പോസ്റ്റ് ആക്കിയിട്ട് CEO കൊടുക്കാം. അവരെ ചെയർമാന്റെ പൊസിഷൻ എന്താണ്? ചെയർമാൻ എന്ന് പറഞ്ഞാൽ നോർമലി പാർട്ട് ടൈം ആണ്. ചെയർമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്കും പറയാം neutral authority. Neutral authority. ന്യൂട്രൽ എന്ന് പറയാം. അത് ബോർഡിലെ ചെയർമാൻ അധികാരമുള്ളൂ. ചെയർമാൻ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മീനിംഗ്ലെസ് വാക്കാണ്. കമ്പനിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുന്നത് ശരി ഓക്കെ. പക്ഷെ കമ്പനിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബോർഡിന്റെ ചെയർമാനാണ്, അല്ലെങ്കിൽ മീറ്റിംഗിന്റെ ചെയർമാനാണ്. ആക്ച്വലി കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയാം, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. കമ്പനി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നമ്മൾ അതുകൊണ്ട് കമ്പനി CMD കമ്പനിയെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇതുപോലെ പോസ്റ്റ് ചിലതൊക്കെ പുള്ളി സ്ഥിരം ചെയർമാനാണ്. ഈ മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് ഉള്ള പവർ ചെയർമാനില്ല. എക്സിക്യൂട്ടീവ് പവേഴ്സ് ചെയർമാനില്ല. Executive powers, entire powers vested with the person who was properly linked with board of directors. ബോർഡ് കൊടുത്തിരിക്കുന്ന ആളുടെ ഉള്ളൂ, ചെയർമാൻ ഇല്ല. ചെയർമാൻ അല്ലല്ലോ കൊടുക്കുന്നത്, അല്ലേ? ബോർഡ് ആർക്കാണോ പവർ കൊടുത്തത് അവർക്കേ പവർ കൊടുക്കും. ചെയർമാന് ആക്ട് പ്രകാരം അങ്ങനെ പവർ കൊടുക്കില്ല, ഒരു പവറില്ല. ഓൺലി സുപ്രീം പവർ ഇവിടെ ബോർഡിലാണ്, ഈ മീറ്റിംഗിലാണ്. അതിലവർ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ടെങ്കിലേ പവർ എന്ന് പറയാൻ പറ്റും. ഒരു ഫൈനാൻഷ്യൽ പവേഴ്സ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റൂ. എന്തെങ്കിലും അല്ലേ? അപ്പോയിന്റിംഗ് അതോറിറ്റിയാണെങ്കിൽ അതിന് പവർ, അല്ലെങ്കിൽ പിന്നെ ഫൈനാൻഷ്യലായിട്ട് ചിലവാക്കാനുള്ള പവർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്താനുള്ള പവർ, ഇതൊക്കെയാണ് പവർ എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സിക്യൂട്ടീവുള്ള പവർ, ഇതൊന്നും ചെയർമാനില്ല. ചെയർമാനുള്ളി എന്താ പറയുക, ഈ മീറ്റിംഗിലുള്ള ഈ പവറെ മാത്രമേ ഉള്ളൂ. മീറ്റിംഗിൽ ചെയർ ചെയ്യാൻ റിസീവിംഗ് ഹാഷ് മേക്കിംഗ് ബോർഡ് ഓവർ ഡയറക്ടേഴ്സ് ഓൺലി. ടേം ഓഫ് MD പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം 5 പ്രകാരം. അത് പ്രൈവറ്റ് കമ്പനീസും പബ്ലിക് കമ്പനീസും അവൈലബിൾ ആണ്. അപ്പോൾ 5 years കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ തെരഞ്ഞെടുത്ത അതിന്റെ റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യില്ല. ചേഞ്ച് ഓഫ് ഡയറക്ടേഴ്സ് ROC 5 years DIR ഹോൾഡ് എന്ന് പറഞ്ഞ ഫോർവേഡ് അങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ മാറ്റമില്ലെങ്കിൽ പോലും 5 years കഴിഞ്ഞിട്ട് സെയിം ഫോം മാറ്റമില്ലെങ്കിൽ ആ റീഅപ്പോയിന്റ്മെന്റ് അല്ലേ. ഒരു ഡയറക്ടർ 4 ഡയറക്ടർമാർ കൊടുക്കാം. MD സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനാണ്. MD സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനുള്ള 5 കോടിയിൽ കൂടുതൽ പെയ്ഡ് ക്യാപിറ്റലുള്ള കമ്പനികളിൽ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷനാണ്. അല്ലാത്ത കമ്പനികൾ MD വേണമെന്നില്ല. ഇനി മാനേജർക്ക് അപ്പൊ അല്ലാതെ MD വേണമെന്നില്ല. MD മാൻഡേറ്ററി പോസ്റ്റ് അല്ല. പക്ഷെ 5 കോടിയിൽ കൂടുതലാണെങ്കിൽ MD മാൻഡേറ്ററി പോസ്റ്റ് ആണ്.
കമ്പനി സെക്രട്ടറി മാനേജിംഗ് പ്രസിഡന്റ്. ഈ RPT ക്ക് ഒരുപാട് ഇപ്പോൾ റെലവൻസ് ഉള്ളതാണ്. നിങ്ങൾ ചെറിയ കമ്പനി പ്രൈവറ്റ് കമ്പനിയൊക്കെ ആയിട്ടാണ് പറയാത്തത് കേട്ടോ. അത് പിന്നീട് സ്റ്റാറ്റ്യൂട്ട് രജിസ്ട്രേഷൻ കൂടെ ജസ്റ്റ് പറയട്ടെ. ഈ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദി രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കമ്പനിയിലും ഇല്ലാത്തുള്ളതാണ്. പക്ഷേ ഭയങ്കര പെനാൽറ്റിയാണ്. ഒരു 2 ബുക്ക് വാങ്ങിച്ചിട്ട് പക്ഷേ ഇപ്പോൾ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് MGT മുകളിൽ ചെയ്യണം. സെക്ഷൻ 180 പറയുന്നത് ഇത് 2 പേരെ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൂ. ഒരു കമ്പനി നമ്മൾ പെടുന്നല്ലേ പ്രൈവറ്റ് കമ്പനി 2 പേരെ 4 പേരെ കാണും. ഈ 4 പേരുടെ പേര് ഒന്ന് എഴുതി വെക്കുക. എഴുതി അവർ എത്ര ഷെയർ എഴുതി വെക്കാൻ പറ്റി പാടുന്നില്ലല്ലോ. ഒരു പെനാൽറ്റി എത്ര നോക്കിയാൽ പറഞ്ഞില്ല. രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സിന്റെ KP മീൻസ് കീ മാനേജർ പൊസിഷൻ പേഴ്സൺ. ഈ കീ മാനേജർ പേഴ്സൺ എന്ന് പറയുന്നത് 10 കോടിക്കുള്ള കമ്പനികളിൽ കീ മാനേജർ പേഴ്സൺ ചെയർമാൻ അല്ല മാനേജിംഗ് ഡയറക്ടർ, ഓഡിറ്റിംഗ് ഡയറക്ടർ, CFO, കമ്പനി സെക്രട്ടറി 4 പേരാണ് പറയുന്നത്. KP എന്ന് പറയുന്നത് കീ മാനേജർ പേഴ്സൺ. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കമ്പനീസ് ആക്കി കൊടുത്തിട്ടുണ്ട്. List of directors, section 170 of Companies Act 2013 and Rule 17 of Companies Appointment and Qualification of Directors Rules 2020. Companies Act ഉപരിയായിട്ട് ഒരുപാട് റൂൾസ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് റൂൾസ് 11 റൂൾസ് ഉണ്ട്. ആ റൂൾസിലാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ആക്ടിന്റെ കാര്യം. രജിസ്റ്റർ ചാർജസ് നേരത്തെ പറഞ്ഞ ചാർജ് ക്രിയേഷൻ ROC ആ ചാർജസ്, രജിസ്റ്റർ ഓഫ് ലോൺസ് MEP2, Register of Deposits 73 Rule 14 of Companies Accepted Deposit Rules 2014. ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ട് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റർ ഓഫ് MEP4 കോൺട്രാക്ട്സ് ഇൻ വിച്ച് ഡയറക്ടേഴ്സ് ആണ് ഇൻവോൾവ് ആണ്. സാധാരണ കമ്പനികളിൽ കോൺട്രാക്ട് എടുക്കുന്നതല്ല, ഡയറക്ടേഴ്സ് ഇൻവോൾവ്. ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഈ ജാമ്യം കൊടുക്കുന്ന അത്ര കാര്യങ്ങൾ രജിസ്റ്റർ ഉണ്ടാക്കി വെക്കുന്നതാണ്. നമ്മുടെ NDAs ഒക്കെ നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ്സ്, നോൺ ഡിസ്ക്ലോഷർ അതൊക്കെ എംപ്ലോയീസുമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലയന്റുമായിട്ടുള്ള ഇത് MD-യുമായിട്ടൊരു കരാറുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഡയറക്ടറായിട്ട് കരാറുണ്ടാക്കി അവർ സാധനം വാങ്ങിയ കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ. MD-യുമായിട്ട് ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഭയങ്കര റെസ്ട്രിക്ഷൻ. MD മാത്രമല്ല ഡയറക്ടേഴ്സുമായിട്ട് ഒരു കമ്പനി ഡീൽ ചെയ്യുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പല കമ്പനികൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഷാഡോ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് പ്രോഫിറ്റ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് അതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ആ പാർട്ടി പറയുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ ബോർഡ് ഇതിനകത്ത് രജിസ്റ്റർ കോൺട്രാക്ട്സ്, അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ബോർഡ് മീറ്റിംഗ്, മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ്, അറ്റൻഡൻസ് ഓഫ് AGM, മിനിറ്റ്സ് ഓഫ് AGM. ഇത്രയൊക്കെ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ചെറിയ കാര്യങ്ങളാണ്. ഇത് ചെയ്തില്ല എന്നുള്ള റിപ്പോർട്ട്സ് നോക്കിക്കോളൂ. ഫെയിൽ ജനറൽ മീറ്റിംഗ്. എവരി കമ്പനി ഷാൽ ഒബ്സർവ്. ഇതിന് പറയുന്നത് മിനിസ്റ്റർ സ്റ്റാറ്റ്യൂട്ട് രജിസ്റ്റേഴ്സ് മാത്രമല്ല പൊതുവെ കമ്പനിയുടെ ഇപ്പൊ കേസ് പറയുന്നത് നമ്മുടെ ഈ ഇതില് എവരി കമ്പനി ഷാൽ ഒബ്സർവ് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു ബോർഡ് മീറ്റിംഗ് ആൻഡ് ജനറൽ മീറ്റിംഗ്. Secretarial standard with respect to board meeting is SS1, secretarial standard 1, and the secretarial standard with respect to general meeting is secretarial standard 2, specified by Institute of Company Secretaries of India, that is approved by the Ministry of Corporate Affairs. ഇവർ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പം മാൻഡേറ്ററി ആയിട്ട് എല്ലാ കമ്പനികളും പാലിക്കേണ്ട നിയമങ്ങളാണ്. രജിസ്റ്റേഴ്സ് മീറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളും മീറ്റിംഗ് കൂടണം, മീറ്റിംഗ് കൂടുന്ന നോട്ടീസ് അയക്കും, ഇതെല്ലാം അവർ ഇതായിട്ട് ഇറക്കിയിട്ടുണ്ട്. ആക്ട് അല്ല റൂൾസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്, നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അടുത്തത് ഇനി പെനാൽറ്റി ചെയ്ത് വയ്ക്കോളൂ. നോൺ പ്രിപ്പറേഷൻ ഓഫ് മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആണെങ്കിൽ ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ ഇന്ത്യൻ രൂപ 25,000 പെർ മീറ്റിംഗ് പ്ലസ് ഉണ്ട് 5,000 രൂപ പെർ 5,000 രൂപ പെർ ഓഫീസർ ഡിഫാൾട്ട്. ഈ 25,000 രൂപയും 5,000 രൂപ ഓരോരുത്തർക്കും ഡിഫാൾട്ട് ഉള്ള ഓരോരുത്തർക്കും പെനാൽറ്റിയാണ്. മിനിറ്റ്സ് എഴുതി വെച്ചിട്ട് 2 സെന്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 4 സെന്റൻസ് എഴുതിയാൽ മിനിറ്റ്സ് ആവും അല്ലേ. അത് എഴുതിയില്ലെങ്കിൽ പെനാൽറ്റി നൽകുള്ളൂ ഓരോ മീറ്റിംഗിലും. ടാമ്പറിംഗ് ഓഫ് മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ് ആൻഡ് AGM ഇംപ്രസ്മെന്റ് അപ് ടു ഒരിക്കൽ മിനിറ്റ്സ് എഴുതിയിട്ട് അത് ടാമ്പർ ചെയ്ത് വ്യത്യാസം വരുത്തിയാൽ തെറ്റ് തിരുത്തി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പിന്നീട് മാറ്റം വരുത്തിയാൽ 2 വർഷം ഇംപ്രസ്മെന്റും ഇന്ത്യൻ രൂപി 5,000 രൂപ മുതൽ 1,00,000 വരെ ഫൈനുമാണ്. എഴുതിയില്ലെങ്കിൽ പെനാൽറ്റി. എഴുതി ടാമ്പ് മാറ്റങ്ങൾ തിരുത്തിയാൽ സബ്സിഡി തിരുത്തിയാൽ അത് ഇംപ്രസ്മെന്റ് ഉൾപ്പെടുന്ന ഇതാണ്. കോടതി നമ്മുടെ ആവശ്യത്തിന് പിന്നെ എടുത്ത് എവിഡൻസ് കൊണ്ട് ചെല്ലാതൊന്നുമില്ല, ഒരിക്കലും തിരുത്തിയത് കൊണ്ട് പോകരുത്. അതൊന്നും തിരിച്ചാലേ പറ്റില്ല. നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ ആ ഡേറ്റ് മറ്റേ മാറ്റിയിട്ട് അതെടുത്ത് കൊണ്ടെടുത്ത് വെച്ചാൽ മതി. പീരിയോഡിക്കലി ഹാർഡ് ലോക്ക് ചെയ്താൽ മതിയല്ലോ. ഇലക്ട്രോണിക് ഫോമിൽ വെച്ചാൽ റിട്ടേൺ ഫോം വെച്ചാൽ. പക്ഷേ അത് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് ഷുഡ് ബി കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് ആഫ്റ്റർ എ പീരിയഡ്. ഇറ്റ് ഷുഡ് ബി കോൺസിക്യൂട്ടീവ് നമ്പേർഡ് ആൻഡ് ഹാർഡ് ബൗണ്ട് ചെയ്ത് സൈൻ ചെയ്ത് വെക്കണം. എത്ര കാലഘട്ടത്തിലുള്ള അതല്ല ചെറിയ ബുക്കാകുമ്പോഴത്തേക്ക് 1-2 വർഷം ഇങ്ങനെ ബുക്കാക്കി എല്ലാ പേജിലും ഓൾ ദി പേജസ് ഷുഡ് ബി സൈൻഡ് അല്ലെങ്കിൽ ഇനിഷ്യൽ വെച്ച് ചേർമാൻ. അതൊരു മാറ്റിനാണ്.
ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് റെക്കോർഡ് ആയിട്ട് മിനിറ്റ്സ് ആർ പെർമനന്റ് റെക്കോർഡ്. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒള്ളി ഫോർ ലൈഫ് 8 years ഉള്ളൂ. പക്ഷേ ഇത് പെർമനന്റ് റെക്കോർഡാണ്. അതൊരിക്കലും നമുക്കത് ഗവൺമെന്റ് ഡോക്യുമെന്റ്സിന്റെ കൊണ്ട് 6 years പിക്ക് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് കളയാൻ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കണം. അറ്റൻഡൻസ് രജിസ്റ്റർ മെമ്പേഴ്സ്, മിനിറ്റ്സ് ബുക്ക്, ദിസ് ആർ നോട്ട് പെർമനന്റ് റെക്കോർഡ്. പക്ഷെ അത് ഓൾ അവർ ഐറ്റംസ് ആർ ഡിസ്ട്രോയബിൾ ആണ്. നമുക്ക് അത് ഒരു പീരീഡ് കഴിഞ്ഞാൽ വി ക്യാൻ ഡിസ്ട്രോയ് ഇറ്റ്. അത് ഈ പിന്നെ 8 years ആണ്. ലാസ്റ്റ് എൻട്രി കഴിഞ്ഞ് 8 years ആണ്. ഇതൊക്കെ ഡിസ്പ്യൂട്ട് വരുമ്പോഴേ ഈ ഒരു ഇഷ്യൂ ഇതെല്ലാം മുഖ്യ വരും. അല്ലെങ്കിൽ ആരും അതിനെ അന്വേഷിക്കുന്നില്ല. എല്ലാവരും ഇഷ്യൂ എന്തുവാ? ആ ഡിസ്പ്യൂട്ട് ഇല്ല, സുഹൃത്തായിട്ട് പോകണമെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതില്ല എന്ന് പറഞ്ഞ് കോടതി പോയാൽ തന്നെ ഇതൊക്കെ ആപ്ലിക്കബിൾ ആക്ഷൻ എടുത്ത് വരിക്കേണ്ടി വരും. അത് കോടതിക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ഉള്ളൂ, എവിഡൻസ്. ആ എവിഡൻഷ്യറി വാല്യൂ ഇതിനൊക്കെ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഡിസ്പ്യൂട്ട് വരാതെ പോകാൻ പറ്റൂല. നമുക്ക് പറയാം രണ്ടുപേര് ഏറ്റവും കൂടുതൽ വഴക്കൂടുന്നതല്ല അടുത്തിരിക്കുന്നവരല്ലേ, ഓഫീസിലിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് നോക്കി ഏറ്റവും കൂടുതൽ വഴക്കൂടുന്ന പറഞ്ഞാൽ വീട്ടിൽ ഭാര്യ ഭർത്താവുമായിരിക്കും. ഏറ്റവും അല്ലെങ്കിൽ അടുത്തല്ലേ ഏറ്റവും അടുത്ത ഡിയർ റിലേറ്റീവ്സ് ആയിരിക്കും. അതേപോലെ റോഡ് നടത്തുമ്പോൾ നമ്മുടെ ഈ കമ്പനിയിൽ നിങ്ങൾ മിനിറ്റ്സ് കഴിയുന്നതിൽ ഒരു താല്പര്യമില്ല. റോഡ് ആർക്കും താല്പര്യമില്ല. ഈ റോഡ് നിങ്ങളുടെ കമ്പനിയിൽ മിനിറ്റ്സ് കഴിയുന്ന പോലെ കേസ് കൊടുക്കും, ഓഫീസുള്ള അല്ലെങ്കിൽ വിളിക്കുന്ന ഡയറക്ടറുണ്ട്. കാരണം അവരെ ബാധിക്കുമ്പോൾ കൊടുക്കും, അവരെ അഡ്വൈസർക്ക് ബാധിക്കുമ്പോൾ കൊടുക്കും. അങ്ങനെയാണ്. വേറെ ആർക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് ആവില്ല. ഓക്കെ, അടുത്ത് ചാർജസ്. ഇത് നേരത്തെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ്സാണ്. ഇനി ചോദിച്ചാൽ പറയാൻ കാരണം ഒരുപാട് ഡയറക്ടേഴ്സിനെ നമുക്ക് AGM-ൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങളുടെ പെർമിഷനോട് നിർത്തുകയാണ്. കാരണം ഇനി ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതിയല്ലോ അല്ലേ? കാരണം ഒരുപാട് ആയി കഴിഞ്ഞാൽ ബോറടിക്കും. അത് ഞാൻ എപ്പോഴും വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് എടുക്കാം, ഏതോടെ വിഷയം എടുത്തിട്ടില്ല. ഒരു 1 crore ട്രേഡ് ക്യാപിറ്റൽ താഴെയുള്ള കമ്പനി സെക്രട്ടറിയുടെ ലോൺ മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 5 crores rupees അതിന്റെ ബഹു മാത്രം മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ മതി. 1 crore ബിലോ ആണെങ്കിൽ കമ്പനി സെക്രട്ടറിയുടെ റോള് കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പനിക്കും ഒന്നുപോലെ തന്നെയാണ്. ഈ മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഡയറക്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ഇതെല്ലാം സെയിം ആണ്. കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ ഈ ജോലിയെല്ലാം സെയിം ജോലികളെല്ലാം ചെയ്യും. ആക്ട് പറയുന്ന ജോലിയെല്ലാം ചെയ്യും. ഇല്ല ഇല്ല, 2 പ്രാവശ്യം അത് തന്നെ ആവശ്യം വരുന്നുള്ളൂ. നിങ്ങൾക്ക് MGT 7 എന്ന് പറഞ്ഞ ഫാം ഫയൽ ചെയ്യാനും പിന്നെ MGT 8 വരുന്നത് 10 crores മതി. MGT 7 ഫയൽ ചെയ്യാനായിട്ട് ഇത് അദ്ദേഹം മാത്രം അദ്ദേഹത്തിന് ഒപ്പുണ്ടെങ്കിലേ പോകുള്ളൂ. പ്രീ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ പോകുള്ളൂ. എന്ത് ഫയൽ ചെയ്യാൻ? MGT 7 നിങ്ങളുടെ ഓഫീസിൽ ആരും ഫയൽ ചെയ്യേണ്ട. അവിടെ നിന്ന് ഡയറക്റ്റ് കമ്പനി സെക്രട്ടറി അല്ല, ഡയറക്ടറാണ്. DSC ഉള്ള ഒരു ഡയറക്ടർ മതി. DSC ഉള്ള ഒരു ഡയറക്ടർ മതി. ഡയറക്ടർ DSC കൊണ്ട് മാത്രമേ നോ റോഡ്. നമ്മള് ഇപ്പൊ ഫണ്ട് നോ റോഡ് എന്ന് പറയാൻ പറ്റില്ല. യു ക്യാൻ അഡ്വൈസ് ഇൻ എവരിതിങ്. മാൻഡേറ്ററി ബട്ട് അവരുടെ നോളജ് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. നോളജ് ഓഫ് കമ്പനി സെക്രട്ടറി യു ക്യാൻ യൂട്ടിലൈസ് ഫോർ യുവർ. ഞാനിപ്പോൾ അവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ 6 വകുപ്പുകൾ ഹെഡായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടായിരുന്നു, ലീഗൽ ഉണ്ടായിരുന്നു, പിന്നെ അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, ഫൈനാൻസ് ഉണ്ടായിരുന്നു, സെക്രട്ടറി ഉണ്ടായിരുന്നു, പിന്നെ റിക്കവറി മാനേജ്മെന്റ് ഒരു പാർട്ട് ഉണ്ടായിരുന്നു. 6 ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ അത് ചെയ്തോണ്ട്. അപ്പോൾ ഒരാൾ ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ലോ വേണമെന്നില്ല. കമ്പനി ഫാം ചെയ്യാൻ ഞങ്ങൾ മതി, ക്ലോസ് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ ചെയ്തത്. കമ്പനി സെക്രട്ടറി സർവീസ് ഉപയോഗിക്കാം. അതിപ്പോൾ ആർക്കും ചെയ്യാവുന്ന ചെയ്തുകൊണ്ടതല്ല. പക്ഷേ അതിന്റെ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷൻ എന്ന നിലയിൽ അല്ലേ, ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ പ്രൊഫഷൻ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രൊഫഷനിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. സ്വല്പ വ്യത്യാസങ്ങളുണ്ടാവും. NRIയുടെ സ്റ്റാറ്റസ് അനുസരിച്ചിരിക്കും. പറയാൻ പറ്റും. അതിനകത്ത് റെസിഡന്റ് ഡയറക്ടർ എന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. 182 days കൂടുതൽ ഒരാളുണ്ടായിരുന്നാൽ മതി. ഒരു കമ്പനി ഫാം ചെയ്യാൻ ഒരാൾ റെസിഡന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഒരു കമ്പനി ഫാം NRI ആണ്. NRI കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ? അല്ല, സൂൺ പിന്നെ കംപ്ലീറ്റ്ലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോകും, US സിറ്റിസൺഷിപ്പ് എടുക്കും. ആ ഒരു സിനാരിയോയിൽ കുഴപ്പമില്ലല്ലോ. ഈ റൂൾസ് എല്ലാം സെയിം തന്നെ. റൂൾസ് ഒരാളുണ്ടായിരുന്ന റെസിഡന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നാൽ മതിയല്ലോ. ഒരാളെ വിടാൻ പറ്റില്ല. ഈ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ഈ റെസിഡന്റ് ഡയറക്ടറുടെ കയ്യിലാണ്. പുതിയ ആക്ടിലാണ് അത് വന്നത്. റെസിഡന്റ് ഡയറക്ടർ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. NRI അവിടെ തന്നെ ഇരിക്കുന്നില്ല.
റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോട്ടീസ് ഒക്കെ ആകുമ്പോൾ എല്ലാം ഈ ഇദ്ദേഹത്തിനായിരിക്കും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. ഈ പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലെങ്കിൽ ആൻസറബിൾ അക്കൗണ്ടബിൾ പേഴ്സൺ ഈ റെസിഡന്റ് ഡയറക്ടർ. ആ റെസിഡന്റ് ഡയറക്ടർ അപ്പോൾ തോന്നുന്നു മറ്റേ ആള് വിശ്വാസമില്ലാത്ത ആളുടെ പിടിച്ച് ചേർക്കില്ലല്ലോ. അപ്പൊ എല്ലാ ലൈബിലിറ്റി ഇദ്ദേഹത്തിന് വരില്ല. അപ്പൊ അദ്ദേഹം നോക്കിക്കോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടും. അതിനെപ്പറ്റി ബോധം ചെയ്യേണ്ട കാര്യമില്ല. റെസിഡന്റ് ഡയറക്ടർ ഉണ്ടെങ്കിൽ ബാക്കി അതുപോലെ ഒരു ഫോറിൻ സിറ്റിസൺ കൂടെ ഇതിനകത്ത് വരികയാണെങ്കിലും ഈ റൂളിൽ എല്ലാ കാര്യങ്ങളും ഇതുണ്ട്. ഫോറിൻ സിറ്റിസൺസ് ഇന്ത്യൻ കമ്പനി ഫോം ചെയ്യുന്നതും ഈ ഫോറിൻ സിറ്റിസൺ ഫോറിൻ കമ്പനി ഫോം ചെയ്തിട്ട് ഇന്ത്യയിൽ ഓപ്പറേഷൻ നടത്തുന്നതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഓപ്പറേഷനിൽ വ്യത്യാസങ്ങളുണ്ട്. ഇത് പല കാര്യങ്ങളും ഫെമയുടെ കൺട്രോൾ വരുന്ന കാര്യങ്ങളുണ്ട്. ഫെമയുടെ ഫസ്റ്റ് പെർമിഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള പെർമിഷൻ വാങ്ങിക്കാൻ ഒരു ആക്ട് ഉണ്ട്. നേരത്തെ ഫെറ ആയിരുന്നു. അതിന്റെ ഇത് കിട്ടിയിട്ട് അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഈ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടല്ലോ, അതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല അവർക്ക്. എല്ലാ ബിസിനസ് ബോർഡിൽ അവരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ. ഇവിടെ എത്ര നമുക്ക് കണ്ടാൽ ഇവിടെ ദുബൈ ഇവിടെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി സിമിലർ ബിസിനസ് സ്മാർട്ട് സിറ്റിയിൽ അവിടെയുള്ള ആളല്ലേ അവിടേക്കല്ലേ വന്നിരിക്കുന്നത് അല്ലേ? അവിടുത്തെ രാജാവും പേര് വന്നിരിക്കുന്നത് അവർ ഫോറിൻ സിറ്റിസൺസ് അല്ലേ. നോ റെസ്ട്രിക്ഷൻ. അപ്പൊ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഈ വല്ലപ്പോഴും ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നാൽ കൊള്ളായിരുന്നു. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി തരാം. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും.